ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നോ? ആരാധന എന്തോ യെസ് ക്ലാസ് സർ. ഒക്കെ തുടങ്ങിട്ടോ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, 1 മണിക്കൂർ കൊണ്ട് ചെയ്തു. പെട്ടെന്ന് കിട്ടില്ലേ? ആണ് ആ ചിലത്. കോൺസെപ്റ്റ്. ആ, ഡൗട്ട് ഉണ്ടാവാമില്ല. നമുക്ക് നോക്കിയാലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ഹോക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാല് അതിന് മുന്നേ നിങ്ങളെ എക്സാമിന്റെ ടോട്ടൽ നമ്മൾ 500 മാർക്സ് ആണല്ലോ. 500 360 അഥവാ 72% ആണ് നമുക്ക് വേണ്ടത്. ഈ 500-ല് 400 നമ്മുടെ 100 MCQനും പിന്നെ ഒരു 100 ഒരു 10 or 12 or 13 ഒരു ആവറേജ് ഒരു 12 essay ക്വസ്റ്റ്യൻസും. ഇതാണ് നമ്മുടെ മാർക്കിന്റെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. 100 ക്വസ്റ്റ്യനാണ് നമുക്ക് 400 മാർക്ക് അലോട്ട് ചെയ്ത് തരുന്നത്. അതായത് 100 MCQ ചെയ്യണമെങ്കിൽ 400 മാർക്കാണ് അതിനുള്ള അലോക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 400 ÷ 100 ചെയ്താൽ ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക്. അങ്ങനെയല്ല. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഒരേ ആൻസർ അല്ല. നമ്മള് നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് നമുക്ക് തരാന്ന് പറഞ്ഞാല് ആ ക്വസ്റ്റ്യന്റെ വെയിറ്റേജിനനുസരിച്ചാണ്. അതായത് എത്ര ആൾക്കാർ ശരിയാക്കിയണോ ഒരു ക്വസ്റ്റ്യൻ, ഒരു 90 ആൾക്കാർ ശരിയായി, 190% ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മാർക്കേ ഉണ്ടാവുള്ളൂ. അതായത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ കുറച്ച് മാർക്കേ ഉണ്ടാവുള്ളൂ. അല്ല, പേടിക്കുന്നത് വേണ്ട. പക്ഷെ അത്യാവശ്യം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നല്ല വെയിറ്റേജ് കിട്ടും. ഓക്കെ, ചിലപ്പോൾ 4-നെക്കാട്ടി കൂടുതൽ മാർക്സ് കിട്ടും. അപ്പം എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലത്തെ മാർക്കല്ല. ഒരു ഇത് പറയാറുണ്ട്. അതായത് ഈ 100-ൽ ഒരു 10 ക്വസ്റ്റ്യൻ ഡമ്മി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് എത്രത്തോളം സത്യാന്ന് നമുക്കറിയില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്ന അവർക്ക് IMA അറിയുള്ളൂ. ഓക്കെ, അതായത് ഈ 100 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ മാർക്കേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന്റെ അർത്ഥം അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ അതിന് ആൻസർ കിട്ടുന്ന കോലത്തിലായിരിക്കും. ഒരു 5 സെക്കൻഡ്സോ 10 സെക്കൻഡ്സോ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് essay വിൻഡോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് 3 അവേഴ്സിന്റെ MCQ കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റത്തെ 1 അവറിലെ essayയിലേക്ക് നിങ്ങൾ കടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് essay വിൻഡോ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത 100 MCQ ക്വസ്റ്റ്യൻസിൽ ഒരു 50 എണ്ണം ശരിയാവണം. എന്നാലേ നിങ്ങൾ ഈ വിൻഡോയിലേക്ക് കടക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് ഡ്രോപ്പ് ചെയ്യും. ഈ 50 എന്ന് പറഞ്ഞ കൗണ്ടിലേക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് കൂട്ടും. അങ്ങനെയാണ് ഓരോരുത്തർ പറയല്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാല് എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കല്ല. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പോ ഹോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴത്തുണ്ടാവും ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര ആൾക്കാരാണ് ഇത് ശരിയാക്കിയത് എന്നുണ്ടാവും. അപ്പൊ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 95 90 അങ്ങനത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും പെർസെന്റേജ് ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ശരിയാക്കിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ അർത്ഥം അതിന് വലിയ വെയിറ്റേജ് ഉണ്ടാവില്ല. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ 40% ആൾക്കാരെ ശരിയാക്കിയിട്ടുള്ളൂ ഫസ്റ്റ് അറ്റംപ്റ്റ്. അതായത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 25-ന്റെ ക്വസ്റ്റ്യൻസ് വരെ ഹോക്കിലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 40% ആൾക്കാർ മാത്രം ശരിയാക്കിയത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ആൻസർ കിട്ടിയേ? ഓപ്ഷൻ ഡി ആണോ? ഡി. പക്ഷെ 6.4. സുമിത. എനിക്ക് കുറച്ച് കിട്ടിയില്ല. തിങ്ക് ചെയ്യേണ്ടി എനിക്ക് വന്നു. കിട്ടിയില്ല. ഈസി ആ ആയിട്ട് കിട്ടിയില്ല, ആ തിങ്ക് ചെയ്യേണ്ടി വന്നു. ആ എനിക്ക് സുമിത. കിട്ടിയില്ല. എനിക്ക് നോക്കാം കിട്ടിയില്ല. നോക്കാം നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാക്കിയാൽ ഓക്കെ, നല്ല കാര്യം. ശരിയാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ അത് ക്ലിയർ ആയാൽ മതി. ഓക്കെ, അപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കണം. ഞാൻ ക്വസ്റ്റ്യൻ പോലെ വായിക്കാം. ദ പെയിൻ സോഫ്റ്റ്വെയർ ഇൻകോർപ്പറേഷൻ ഈ ഒരു കമ്പനി ഹാസ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് 100 million. അവർക്ക് ഓൾറെഡി ഒരു 100 million ക്യാപിറ്റൽ അവർക്ക് ഉണ്ട്. ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 12%. ഈ 100 million കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് തന്നത്. 12% കോസ്റ്റിലായിരുന്നു അവർ ഈ 100 million റേസ് ചെയ്തത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത സെന്റൻസ് ആണ് എ ന്യൂ പ്രോജക്ട് ഹാസ് ബീൻ പ്രൊപ്പോസ്ഡ് ദാറ്റ് വിൽ റിക്വയർ അഡീഷണൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഓക്കെ ഓഫ് 10 million. A new project has been proposed that will require additional debt capital of 10 million. അതായത് പുതിയ ഒരു പ്രൊജക്ടിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വന്നിട്ടുണ്ട്, ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. അതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയാൻ, അതായത് അതിന് വേണ്ട ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 10 million ആണ്. 10 million ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടോ ഡെപ്റ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്.
The firm estimate that the additional capital can be raised at a pre-tax cost of 10%. ഈ അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന്, അതായത് 10 million റേസ് ചെയ്യുന്നതിന് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രീ ടാക്സ്, ഓക്കെ, നോർമൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10% ആണ്, അതായത് ടാക്സിന്റെ കൺസിഡറേഷൻ ഒക്കെ വരുന്നതിന് മുന്നേ. അതായത് അവർ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ 10% തന്നെയാണ്. ഓക്കെ, അത് പ്രീ ടാക്സ് കോസ്റ്റ് ആയിട്ടാണ് അവർ പറഞ്ഞത്. പ്രീ ടാക്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ് ഈ 10 million കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീസ് മാർജിനൽ ഇൻകം ടാക്സ് റേറ്റ് ഈസ് 36%. 36% ആണ് കമ്പനിയുടെ ഇൻകം ടാക്സ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് പെയിൻ യൂസ് ഇൻ ഇവാലുവേറ്റിംഗ് ദി ന്യൂ പ്രൊജക്ട്? ഓക്കെ, അവർ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, പക്ഷെ ഈ ലാസ്റ്റ് സെന്റൻസിൽ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം നമ്മൾ. വാട്ട് ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് പെയിൻ യൂസ് ഇൻ ഇവാലുവേറ്റിംഗ് ദി ന്യൂ പ്രൊജക്ട്? ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ തരും, പക്ഷെ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. വാട്ട് ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് യൂസ് ഇൻ ഇവാലുവേറ്റിംഗ് ന്യൂ പ്രൊജക്ട്? അതായത് ന്യൂ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഇതാ ഇവിടെ മുതൽ ഇവിടെ വരാ പറഞ്ഞത്. ഓക്കെ, എ ന്യൂ പ്രൊജക്ട് ഹാസ് ബീൻ പ്രൊപ്പോസ് ദാറ്റ് വിൽ റിക്വയർ അഡീഷണൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഓഫ് 100 million. അങ്ങനെയാണെങ്കിൽ അവരടുത്ത് ഓൾറെഡി ഉള്ള 100 million അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ന്യൂ പ്രൊജക്ട്, അതായത് 10 million ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊജക്ട് ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ 10 million കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാത്രം നോക്കിയാൽ മതി. 10 million കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10%, അതായത് അവർ ബാങ്കിൽ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10% തന്നെയാണ്. ഓക്കെ, പക്ഷേ ഡെപ്റ്റ് ക്യാപിറ്റൽ ആയതുകൊണ്ടും ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഡെപ്റ്റബിൾ നമ്മൾ പഠിച്ചല്ലേ. ഇൻട്രസ്റ്റിനുള്ള എക്സ്പെൻസിന് ടാക്സ് സേവിങ്സ് കിട്ടുന്നതുകൊണ്ടും നമ്മൾ ഈ പ്രീ ടാക്സ് കോസ്റ്റ് ആയ 10%-ൽ നിന്നും 36% ടാക്സ് റേറ്റ് ലെസ് ചെയ്താലാണ് നമുക്ക് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുക. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ആണ്. അതായത് ശരിക്കും അവർ ബാങ്കിൽ 10% അടിക്കണം. പക്ഷേ ഈ ഒരു ഇൻട്രസ്റ്റ് അവർ ഇൻകം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതിൽ നിന്നും അവർ അടയ്ക്കേണ്ട ടാക്സിൽ നിന്നും കുറച്ച് സേവിങ്സ് കിട്ടും. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നും ടാക്സ് റേറ്റ് ലെസ് ചെയ്താൽ മതി. അപ്പം ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ 10%-ൽ നിന്നും 36% ലെസ് ചെയ്താൽ 6.4% ആണ് ഈ 10 million ഡെപ്റ്റ് ക്യാപിറ്റൽ അവർ റേസ് ചെയ്തതിന് അവർക്ക് ആക്ച്വലി വന്ന ചെലവ്. ഓക്കെ, ആക്ച്വലി 10% വരുന്നുണ്ടെങ്കിലും 36% ടാക്സ് സേവിങ്സ് കിട്ടുന്നുണ്ട്. 10% കൺസിഡർ ചെയ്യേണ്ട, 6.4 മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ അവർ പുതിയ ഒരു പ്രൊജക്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 6.4. ഇങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടി ആരാധന? Yes, sir. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ സുമിത? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ തിയറി ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ലാത്തൊരു തിയറി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രോജക്ട്സ് NPV ആൻഡ് IRR ഇസ്? ഒരു പ്രോജക്റ്റിന്റെ NPV-യും IRR തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അവർ ചോദിച്ചത്. ഓക്കെ, ഏതാ ആൻസർ കിട്ടിയത്? ഓപ്ഷൻ Option D. ഓപ്ഷൻ ഡി അല്ലേ? എല്ലാവർക്കും എന്നാണ് കിട്ടിയത്? ഓക്കെ, ഡി അവിടെ നിൽക്കട്ടെ. നമുക്ക് ഡി ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഡി എന്നാണ് ശരി. നമുക്ക് എന്തുകൊണ്ട് ബാക്കിയുള്ളത് തെറ്റിയെന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ പറയുന്നത് ഓൺലി ദ IRR മേ ബി യൂസ്ഡ് ടു റാങ്ക് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡിറ്റർമൈൻ വിച്ച് പ്രോജക്ട് ഷുഡ് ബി ഫണ്ടഡ്. IRR മാത്രം യൂസ് ചെയ്തിട്ടേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. IRR മാത്രമല്ല, നമുക്ക് NPV യൂസ് ചെയ്യാം. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബി, IRR is concerned with the period in which the cash inflows and cash outflows occur. എന്താ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? അതുമല്ല. ഓക്കെ, ഓൺലി ദ NPV ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി. NPV മാത്രമാണ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുള്ളവരുടെ എല്ലാ IRR കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറൻസ് എന്താ? NPV റിസൾട്ട്സ് ഇൻ മോണിറ്ററി എമൗണ്ട്. നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ ഒരു മോണിറ്ററി എമൗണ്ട് കിട്ടും അല്ലെ? അതായത്
പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് എമൗണ്ട് കിട്ടും. പക്ഷേ IRR നമുക്ക് കിട്ടുന്നത് ഒരു പെർസെന്റേജ് ഓഫ് റിട്ടേൺ അല്ലെ. നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആണ്, ആ ഒരു പെർസെന്റേജ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി. ഇത് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ. ഇത് ആൻസർ കിട്ടിയ ക്വസ്റ്റ്യൻ നമ്പർ 12. D. Option D. D. ഓപ്ഷൻ ഡി. D. എല്ലാവർക്കും ഡി കിട്ടി? 14% reject the project. 14.2 അല്ലേ, നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതാ റിക്വയർമെന്റ്, ഇങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആദ്യം റിക്വയർമെന്റ് വായിക്കണം നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിക്വയർമെന്റ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം പിക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ IRR ഓഫ് ദി ന്യൂ മെനു ഐറ്റം പ്രോജക്ട് ആൻഡ് ഷുഡ് ദ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് അക്സെപ്റ്റ്? IRR കണ്ടുപിടിക്കുക, ആ പ്രോജക്ട് അക്സെപ്റ്റ് ചെയ്യണം വേണ്ടത്. ഇനി എ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ഈസ് കൺസിഡറിംഗ് ദ അഡീഷൻ ഓഫ് എ ന്യൂ മെനു ഐറ്റം. Introduction of the new menu item would require an initial investment of 8,74,200. Initial investment 8,74,200 ആണ്. And the project is expected to produce. And the project is projected to produce 3 lakh of after-tax cash flows for the each year for next 4 years. അടുത്ത 4 വർഷത്തേക്ക് എല്ലാ വർഷവും 3 lakh വെച്ചിട്ട് കിട്ടും. ആനിറ്റി ആണ്. വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ആസ് എ വെയിറ്റർ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് 15. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15% ആണ്. ഓക്കെ, ആൻഡ് മേക്ക് ദ പ്രോജക്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഓൺ ദ ബേസ് ഓഫ് IRR വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുന്നത്. എത്രയാണ് IRR അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണം? ഇവിടെ തന്ന പെർസെന്റേജുകൾ പറഞ്ഞാൽ ഇതാ, ഞാൻ ഓർഡർ ചെയ്താണ്. 9% തന്നിട്ടുണ്ട്, 14% തന്നിട്ടുണ്ട്, പിന്നെ 19% തന്നിട്ടുണ്ട്, 37% തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ആവറേജ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. 4 വർഷത്തേക്ക് 3 lakh വെച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? 19% വെച്ചിട്ട് 19% അത് ഞാൻ 9% വെച്ച് ചെയ്യാം. ഓക്കെ, അതെല്ലാം ആൻസർ എനിക്ക് തരാം. 3 lakh ഡിവൈഡ് ബൈ 1.09 1234 GT ചെയ്താൽ മൈനസ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 8,74,200 ചെയ്താൽ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പം 9% പോസിറ്റീവാണ്. അപ്പൊ എന്തായാലും 9 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയാലേ NPV 0 എത്തുള്ളൂ. 14 19 37 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്ത് 37 ചെയ്ത് നോക്കി. ഇങ്ങനത്തെ ഫസ്റ്റ് ടൈം ആയിട്ടോ നമ്മളെല്ലാം ചെയ്യുന്നത്. 37 ചെയ്ത് നോക്കി. 3 lakh ഡിവൈഡ് ബൈ 1.37 1234 GT ചെയ്താൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടില്ല, അതായത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി 90 ചെയ്ത് നോക്കി. ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മളൊരു ആവറേജ് നടുവിലുള്ള വെച്ച് നോക്കിയാൽ മതി. 3 lakh ഡിവൈഡ് ബൈ 1.19 1234 GT ചെയ്യുമ്പോഴും നെഗറ്റീവ് ആണ്. 7,91,000 മൈനസ് 8,74,200 നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാ 90 നെഗറ്റീവ് ആണ്. ഇനിയുള്ളത് 14 ഉള്ളൂ. 14 ചെയ്യുമ്പോൾ 3 lakh ഡിവൈഡ് ബൈ 1.14 1234 GT ചെയ്താൽ നമുക്ക് 8,74,000. ഓക്കെ, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ആ പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 14% ആണ് IRR അല്ലെ. 14% ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. പക്ഷെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 15% ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ ഈ 15% യൂസ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റിന് ഡിസ്കൗണ്ട് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR-നെക്കാട്ടും വലുതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി 14% റിജക്ട് ദി പ്രോജക്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കിയല്ലേ? ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ഡി Option D. Option D. 74,830. സുബിത? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ലേ? എങ്ങനെ കിട്ടി ആരാധന? എക്സ്പ്ലെയിൻ ചെയ്തോ. ഇവിടെ എനിക്ക് ആദ്യം കൺഫ്യൂഷൻ വന്നിരുന്നു, 14% ആണ് 12% ആണ് എടുക്കേണ്ടതെന്ന്. പക്ഷെ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ 14% ആണെന്ന് മനസ്സിലായി. കാരണം IRR കൂടുതലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണ്. 12% എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 14%-ലാണ് NPV 0.
അപ്പൊ പിന്നെ NPV ഫോർമുല പഠിച്ചിട്ട് ക്യാഷ് ഫ്ലോ ആണെന്ന്. അപ്പൊ ആദ്യം ഓരോ നമുക്ക് ആരും പറഞ്ഞത് ശരിയാണ്, പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ അത്രയും നമ്മൾ കാടിൽ കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിച്ചത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇതാ 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ക്യാഷ് ലോസ് തന്നിട്ടുണ്ട്. 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. നോർമലി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തരാറുണ്ട് സാധാരണ ക്വസ്റ്റ്യൻസിൽ. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഗ്രോ വെൽ ഇൻകോർപ്പറേഷൻ വിച്ച് ഹാസ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് 12%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 12% ആണ്. ഇൻവെസ്റ്റഡ് ഇൻ എ പ്രോജക്ട് വിത്ത് ആൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 14%. ഇവിടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 14% ആണ് അവർ ഡയറക്റ്റ് കൊടുത്തത്. ഓക്കെ, the project is expected to have a useful life of 4 years. The net cash flows ഇത്രയാണ്. ഇയർ 1 എത്ര, 2 3 4 എത്ര. ഓക്കെ, ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ഇതാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവർ തന്നിട്ടില്ല. ഓക്കെ, മുബശ്ശിർക്ക് എങ്ങനെ കിട്ടി? 14% ചെയ്ത് നോക്കി നമ്മള് M+ ഇട്ടിട്ട് ഓക്കെ ഓക്കെ, അപ്രോക്സിമേറ്റ് എന്താ അതിന്റെ ഒരു ലോജിക്ക്? ചുമ്മാ എല്ലാം ട്രയൽ ആൻഡ് എറർ ആണ്. ട്രയൽ ആൻഡ് എററിന്റെ ആവശ്യമില്ല, നമുക്ക് കോൺസെപ്റ്റ് അറിയാലോ. സുബിത എങ്ങനെ കിട്ടി? ഞാനും അങ്ങനെ ചെയ്ത് 14% വെച്ചിട്ട് ഓരോരോ 14% 14% ഡിവൈഡ് വെച്ച് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തപ്പോ ഡിവൈഡ് ചെയ്തു ഓരോന്ന്, എന്നിട്ട് ഓക്കെ, ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതായത് ആഡ് ചെയ്തു. എല്ലാം കൂടി GT ചെയ്തപ്പോ ഒരു എമൗണ്ട് കിട്ടി. അതായത് ഈ 4 ക്യാഷ് പോലെ നിങ്ങൾ 14% വെച്ച് ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഈ 74,830 കിട്ടി. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അത് കിട്ടി? അതിനൊരു ലോജിക്ക് വേണ്ടേ? നമുക്ക് ചുമ്മാ ട്രയൽ ആൻഡ് എറർ ഇട്ടാ പോരല്ലോ. ദാറ്റ് മീൻസ് ഇത് അതായത് സീറോ ആവുന്ന സീറോ. വാല്യൂ, ആ വാല്യൂ ഞാനൊന്ന് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ഓക്കെ, എന്താണ് നമ്മൾ IRR? ഈ IRR എന്ന് പറഞ്ഞ പെർസെന്റേജ് എന്താ? NPV ഔട്ട്ഫ്ലോവും സീറോ ഇൻഫ്ലോവും ആവുന്ന സീറോ ആവണത്. സീറോ അതായത് ആവുന്ന ഒരു സീറോ മൊമെന്റ്. ആണത്. സുബിത പറഞ്ഞ പോലെ നമ്മളെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആവുന്ന ഒരു പോയിന്റ് അല്ലേ? അതായത് 14% യൂസ് ചെയ്തിട്ട് ഈ ക്യാഷ് ഫ്ലോസിന് ഡിസ്കൗണ്ട് ചെയ്താൽ നെറ്റ് പ്രസന്റ് വാല്യൂ വിൽ ബി സീറോ. ഓക്കെ, നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആവണമെങ്കിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആവണമെങ്കിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും സെയിം ആയിരിക്കണം. ഈ രണ്ട് എമൗണ്ടും സെയിം ആയാലേ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, സോ IRR എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ട് IRR പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആവും. ഓക്കെ, 14% വെച്ച് ഡിസ്കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ക്യാഷിന് ഇന്നത്തെ വാല്യൂ എത്ര ഉള്ളത് പറഞ്ഞാൽ 74,830. ഓക്കെ, ഈ 14%-ൽ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആവും നമുക്കറിയാം. കാരണം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 14% ആണ്. ഓക്കെ, 74,830 ആണ് ഈ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ NPV കിട്ടാൻ NPV സീറോ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, 74,830 ലെസ് ചെയ്താലാണ് നമുക്ക് സീറോ കിട്ടുക. അതായത് ഈ 14% വെച്ച് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ കിട്ടണമെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആയിരിക്കണം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 74,830 ആണ്. അപ്പോൾ ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ടാണല്ലോ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 14%, ഓക്കെ, 14% യൂസ് ചെയ്താൽ ഈ എന്താണ് കിട്ടുക? ഓക്കെ, 12 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 12 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് യൂസ് ചെയ്യേണ്ടത് ഡിസ്കൗണ്ട് റേറ്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷെ ഇവിടെ ചോദിച്ചത് NPV കാണാനൊന്നുമല്ല. NPV കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ 12% വെച്ച് ഡിസ്കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടും. ഓക്കെ, കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് 14% ചെയ്താൽ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ കിട്ടും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. സോ 14% യൂസ് ചെയ്താൽ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ നമുക്കറിയാം. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും സെയിം ആയിരിക്കും. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ
14% ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ ഇതാ ഈ എമൗണ്ട് ആണ് കിട്ടിയത്. ആ എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പിടിക്കണം. ആരാധന ഇപ്പൊ ക്ലിയർ ആയില്ലേ? സർ. ഇങ്ങനെ തന്നെയാണോ തിങ്ക് ചെയ്ത്? ഇങ്ങനെ തന്നെയാണ് തിങ്ക് ചെയ്ത്, പക്ഷെ കുറച്ച് കൂടി. ആ ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ അല്ല, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാം ചിന്തിക്കാവുന്നില്ലല്ലോ. 4 പ്രൊജക്ടിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതായത് ഏത് പെർസെന്റേജിലാണോ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആണോ. ഓക്കെ, ഇഫ് ദ എൻറ്റിറ്റി ഹാസ് എ 6% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് നോ ലിമിറ്റേഷൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിൽ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഒന്നുമില്ല, ഇൻഡിപെൻഡന്റ് പ്രൊജക്ട്സ് ആണ്. അവർക്ക് ഫണ്ടൊന്നും സീനില്ല, കുറെ പൈസ ഉണ്ട്. അണ്ടർ ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് വാലിഡ് കൺക്ലൂഷൻ. അതായത് IRR വെച്ചിട്ട് ഏതൊക്കെ പ്രൊജക്ട് ആണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്? ABCD. ഏതാ ആൻസർ കിട്ടി? ഓപ്ഷൻ ഡി. ഇല്ലേ, എയും സിയും. എയും സിയും ശരിയാണ്. നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞാൽ 6% ആണ്. നമ്മളെ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും വലുതായാലേ നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടുള്ളൂ. പ്രൊജക്ട് എ 8% തരുന്നുണ്ട്, പ്രൊജക്ട് സി 7% തരുന്നുണ്ട്, പ്രൊജക്ട് ബിയും 4ഉം വേണ്ട നമുക്ക്. നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും ചെറുതാ. ഓക്കെ, IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് വലുതായാൽ നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാവും. സോ പ്രൊജക്ട് എയും സി ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് എത്രയായിട്ട്? 16. ഓപ്ഷൻ ഓപ്ഷൻ എ. ആണ് എനിക്ക് കിട്ടിയത്. ഇത് സിമ്പിൾ ആണല്ലോ അല്ലേ? The internal rate of return of a project can be determined. A ആണ് നിങ്ങൾ പറഞ്ഞത്. A അവിടെ നിൽക്കട്ടെ, നമുക്ക് ബി ഓൺലി ഇഫ് ദ പ്രൊജക്ട് ക്യാഷ് ഫ്ലോസ് ആർ കോൺസ്റ്റന്റ്. എല്ലാ വർഷവും ഒരേ ക്യാഷ് ഫ്ലോസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സി ബൈ സബ്സ്ട്രാക്ടിങ് ദ ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദി പ്രോജക്ട്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഡിഫറൻസ് ആണ് IRR എന്നാണ് പറഞ്ഞത്. അതൊന്നുമില്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇഫ് ദ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതാണ് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ ആ പ്രോജക്റ്റിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അത് ശരിയാ. പക്ഷെ ഇവിടെ ചോദിച്ചത് ഇഫ് ദ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ എ പ്രോജക്ട് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഇഫ് ദ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഫേം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വലുതായാൽ മാത്രമേ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവിടെ പറഞ്ഞത്. അങ്ങനൊന്നല്ല, വലുതായാലും ചെറുതായാലും നമുക്ക് ക്യാഷ് ഫ്ലോസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. By finding the discount rate that yields a net present value of 0 of the project. Net present value 0 ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാൻ പറ്റും. മുമ്പ് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഡൗട്ട് വന്നിരുന്നോ? BCD ഏതാ ഡൗട്ട് ഇത് വന്നത്? രണ്ടും ആയിരുന്നു ഡൗട്ട്, എയും ഡിയും. അതിൽ ഡി ചൂസ് ചെയ്തു. A and D യിലെ ഇഫ് ദ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ആ ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഒരു IRR കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും ക്യാപിറ്റൽ. വലുതാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടും ചെറുതാന്ന് വെച്ചിട്ട് നമുക്ക് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാൻ പറ്റൂല, അങ്ങനൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഡി എന്ന് പറഞ്ഞ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഇത് നല്ലൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂന്റെയും NPV യുടെയും IRR-ന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെയും ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. എത്ര കിട്ടി? ഏത് ഓപ്ഷൻ കിട്ടി? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ അല്ലേ? A. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. With regard to a capital investment project, which one of the following statement best describe the relation between cost of capital and IRR? ഇതിൽ ഏത് ഓപ്ഷനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും IRR-ന്റെയും റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തതെന്ന് ചോദിച്ചാൽ എ ആണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, അവിടെ നോക്കട്ടെ. The internal rate of return must exceed the cost of capital. ഓക്കെ, ശരിയാണ്. The cost of capital must exceed the internal rate of return for the project to be acceptable. അല്ലെ? അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR-നെക്കാട്ടിയും വലുതാണെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് തരാം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടെ റിജക്ട് എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ റോങ് സ്റ്റേറ്റ്മെന്റ്. If the internal rate of option C, if the internal rate of return exceeds 0, the project will be profitable. അതെന്താ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ exceeds 0 നമുക്ക് പറയാനില്ല, കാരണം ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പെർസെന്റേജ് ആണ്.
ഇവിടെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് കൊടുത്തിട്ടാണെങ്കിൽ ഇതാ ഇഫ് ദി നെറ്റ് പ്രസന്റ് വാല്യൂ എക്സീഡ് സീറോ ദ പ്രോജക്ട് വിൽ ബി പ്രോഫിറ്റബിൾ എന്ന് വേണം നമുക്ക് പറയാം അല്ലെ. നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ കാർഡ് വലുതാണെന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ IRR എക്സീഡ് സീറോ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി അല്ല. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഷുഡ് ബി കമ്പയർഡ് ടു എ പ്രീ ഡിറ്റർമൈൻഡ് ബെഞ്ച് മാർക്ക് വിത്തൗട്ട് റിഗാർഡ് ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കാണ്ട് തെറ്റാണ്, എന്നാലും എന്തുകൊണ്ട് തെറ്റായി നോക്കണല്ലോ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഷുഡ് ബി കമ്പയർഡ് ടു എ പ്രീ ഡിറ്റർമൈൻഡ് ബെഞ്ച് മാർക്ക്. നമ്മളൊരു പ്രൊജക്ടിന്റെ IRR കണ്ടുപിടിച്ചിട്ട് അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത്. ഇവര് പറഞ്ഞത് വെച്ചാൽ ഷുഡ് ബി കമ്പയർഡ് ടു എ പ്രീ ഡിറ്റർമൈൻഡ് ബെഞ്ച് മാർക്ക്. എന്താ ഈ ബെഞ്ച് മാർക്ക്? ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം. ഓക്കെ, ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു പെർസെന്റേജ് ആയിട്ട് കമ്പയർ ചെയ്യണം വിത്തൗട്ട് റിഗാർഡ് ടു ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യാണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു പെർസെന്റേജ് യൂസ് ചെയ്തിട്ടാണ് IRR കമ്പയർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും പ്രീ ഡിറ്റർമൈൻഡ് ബെഞ്ച് മാർക്ക് ആയിരിക്കില്ല. അതായത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം ആയിരിക്കില്ല. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു റിട്ടേൺ അല്ലെ, അത് എപ്പോഴും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഇയറിൽ ഉള്ള സാധനം 2026 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എല്ലാം ആയിക്കോളുന്നില്ല 2027. ഓക്കെ, ചിലപ്പം കൂടാം. ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ചിലപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും നമ്മൾ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. ഒരു പ്രീ ഡിറ്റർമൈൻഡ് ബെഞ്ച് മാർക്ക് ആയിട്ടല്ല. ഓക്കെ, ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള സാധനം. ഓക്കെ, അതാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റാണ്. സോ ഇതാ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മസ്റ്റ് എക്സീഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് വലുതായിരിക്കണം, എന്നാലേ നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടുള്ളൂ, എന്നാലേ നമുക്ക് പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ IRR ഇതൊന്നും കാണാപ്പാടെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് NPV-ന്റെയും IRR-ന്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ആ ഒരു കണക്ഷൻ നമ്മുടെ മൈൻഡിൽ കോൺസെപ്റ്റ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ തിയറി ക്വസ്റ്റ്യൻസും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ IRR എന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് 3 കണക്ഷൻസ്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ ഏത് ആൻസർ ഇട്ടേ? IRR is greater than the weighted average cost of capital. D. IRR is greater than the ഓപ്ഷൻ ഡി ആയിട്ട് A അല്ലേ? അതാണ്. എനിക്ക് A ആണ് കിട്ടിയത്. എനിക്ക് A ആ കിട്ടിയത്. അത് ഈ IRR അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. IRR is less than the company's weighted. മുബിസിറ ഈ നെഗറ്റീവ് ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോ അങ്ങനെ കൺഫ്യൂഷൻ വരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാഫ് ആലോചിച്ചാൽ മതി. 0 പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇപ്പോ ഇവർ പറഞ്ഞ സിറ്റുവേഷൻ ഇഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട് ഹാസ് എ നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ. നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ ഇവിടാണ് സംഗതി കിടക്കുന്നത്. നെഗറ്റീവിലാണ് കിടക്കുന്നതെങ്കിൽ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കളക്ഷൻ മേ ബി IRR 15% ആണെങ്കിൽ ഓക്കെ, മേ ബി നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മേ ബി 20 ആയിരിക്കാം, 15-നെക്കാളും വലുതായിരിക്കാം. സോ അങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ ഇഫ് ദ IRR ഈസ് ലെസ് ദാൻ ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, IRR ചെറുതായിരിക്കും, 20-നെക്കാളും ചെറുതാണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ IRR ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓപ്ഷൻ ഡി ശരിയാവുമായിരുന്നു. പക്ഷെ നെഗറ്റീവ് ആണ് ചോദിച്ചത്. നെഗറ്റീവ് ആണെങ്കിൽ IRR എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെറുതായിരിക്കും. ഓക്കെ, നമ്മുടെ IRR കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയാൽ തന്നെ 15 കഴിഞ്ഞിട്ട് 15 വരെ 15-ലാണ് നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആണ്. ഒന്ന് 15.1 ആയാൽ തന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആയി. ഓക്കെ, അപ്പൊ 15 IRR ചെറുതായിരിക്കും. IRR ഈസ് ലെസ് ദാൻ ദി കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാറിപ്പോകുമ്പോൾ ഈ ഒരു ഗ്രാഫ് ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ഇവിടെ ചെയ്തായിരുന്നില്ല, മുബഷിറ പോയായിരുന്നു. എത്ര കിട്ടിയോ മുബഷിറ? ഇത് കാൽക്കുലേറ്റർ ഉണ്ടോ എന്ന് നോക്കരുത്, ഇതൊക്കെ നമുക്ക് വെറും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് കിട്ടും. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 22 അല്ല 22 അല്ലല്ല, ഇവിടെ ചോദിച്ചത് ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ IRR ചോദിച്ചത് എത്ര പെർസെന്റേജ് ആണ് IRR? ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്ത് ഈ പ്രോജക്റ്റിലെ ഡിസ്കൗണ്ട് നെഗറ്റീവ് നെഗറ്റീവ് ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ
ഡിസ്കൗണ്ട് റേറ്റ് കുറയുമ്പോൾ NPV കൂടും. ഓക്കെ, So ഡിസ്കൗണ്ട് 10 റേറ്റ് ന് കുറച്ച് 9,000. ഡിസ്കൗണ്ട് റേറ്റ് കുറച്ച് 10 കുറച്ച് 8 എന്താ സംഭവിച്ചത്? പോസിറ്റീവ് ആണ്. അപ്പൊ 8-ന്റെയും 10-ന്റെയും മിഡിൽ ആയിട്ടുള്ള ഒരു 9% വരും. 9% അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ക്യാഷ് ഫ്ലോസ് തന്നിട്ടില്ല. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, പക്ഷെ ക്യാഷ് ഫ്ലോസ് തരാണ്ട് NPV വരെ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. 4% പോസിറ്റീവ് ആയുള്ള NPV 2440. ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നതനുസരിച്ച് നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞു വരും. 4-6 ആയപ്പോൾ കുറഞ്ഞു, 1420 വീണ്ടും ഇൻക്രീസ് ചെയ്തപ്പോൾ വീണ്ടും കുറഞ്ഞു. ഓക്കെ, 8% പോസിറ്റീവും 10% നെഗറ്റീവും ആണെങ്കിൽ ഈ നടുക്കായിരിക്കും IRR 0 ആയിട്ട് വരുന്നത്, അല്ല നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആയിട്ട് വരുന്നത്. സോ ആ ഡിസ്കൗണ്ട് റേറ്റ് ആണ്, അതായത് 9% ആണ് ഈ ഒരു പ്രൊജക്ടിന്റെ IRR എന്ന് പറഞ്ഞത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതുപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ നെഗറ്റീവും പോസിറ്റീവിന്റെ ഇടയ്ക്ക് വെച്ചിട്ട്? അത് വേറെ കണ്ടു. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാ കിട്ടിയ ഓപ്ഷൻ? ബി. 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 ആരാധന? കൺഫ്യൂഷൻ മൊത്തം. നോക്കാം. ഓക്കെ, ദ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി ഈസ് കൺസിഡറിംഗ് ടു ഹൗ ടു ഇൻവെസ്റ്റ് 15 മില്യൺ. അവരുടെ കയ്യിൽ 15 മില്യൺ ആണ് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ്. ഓക്കെ, ഇത് എക്സാക്ട് ഒരു എന്താ പറയാ IRR മാത്രം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ബാക്കിയുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടി വരുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ. പക്ഷെ IRR എന്നാണ് അവിടെ പെർസെന്റേജ് വന്നിട്ടുള്ളത്. ഓക്കെ, നോക്കട്ടെ. പോസിബിൾ ഇന്റേണൽ ഇൻവെസ്റ്റ്മെന്റ് ചോയ്സസ് ആർ ദി ഫോളോയിങ് പ്രോജക്ട് വിത്ത് സിമിലർ റിസ്ക്. അവർക്ക് ഇന്റേണലി കുറച്ച് പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്, 4 പ്രൊജക്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. പ്രൊജക്ട് എക്ക് 1 മില്യൺ, പ്രൊജക്ട് ബിക്ക് 10 മില്യൺ, പ്രൊജക്ട് സിക്ക് 5 മില്യൺ, പ്രൊജക്ട് എക്ക് 2 മില്യൺ. ഓക്കെ, അതിന്റെയൊക്കെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് എത്ര പെർസെന്റേജ് റിട്ടേൺസ് ആ പ്രൊജക്ട് തരുന്നുണ്ട്. പ്രൊജക്ട് എ 7% വരെ ഓക്കെയാണ്. പ്രൊജക്ട് ബി 12% തരുന്നുണ്ട്, പ്രൊജക്ട് സി 5%, പ്രൊജക്ട് ഡി 11%. കമ്പനി ക്യാൻ ഓൾസോ ഇൻവെസ്റ്റ് അപ് 15%. 15% വരെ വേറൊരു എക്സ്റ്റേണൽ പ്രോജക്ട്, വേറൊരു പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോജക്റ്റിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വാലന്റ് റിസ്ക് ടു ദ ഇന്റേണൽ പ്രോജക്ട്. ഈ പ്രോജക്റ്റിന്റെ സെയിം റിസ്ക് തന്നെ അതിലും. അങ്ങനെയാണെങ്കിൽ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആൻഡ് ഏൺ 10%. ഓക്കെ, 10% റിട്ടേൺ ആണ് ഈ പുറത്തുള്ള എക്സ്റ്റേണൽ പ്രോജക്ട്സിൽ 10% ആണ് റിട്ടേൺ കിട്ടുക. അവർക്ക് വേണമെങ്കിൽ ഈ 15 മില്യൺ കംപ്ലീറ്റ് എക്സ്റ്റേണൽ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 10% റിട്ടേൺ കിട്ടും. പക്ഷേ അവർക്ക് ഇന്റേണലി വന്ന പ്രോജക്ട്സ് 10%കാട്ടിയും ഹയർ റിട്ടേൺസ് തരുന്ന പ്രോജക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, പ്രൊജക്ട് എ 7% ഉള്ളൂ, അത് കൺസിഡർ ചെയ്യണ്ട. കാരണം ആ പൈസയും കൂടി ഈ 15 മില്യൺ, അതായത് എക്സ്റ്റേണൽ പ്രോജക്ട് അപ് ടു 15 മില്യൺ എന്ന് പറഞ്ഞാൽ 15 മില്യൺ വരെ ഇടാം, എത്ര വേണമെങ്കിലും ഇടാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഫുൾ ഇടാം. പക്ഷെ ഫുൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം 10%കാട്ടിയും ഹയർ ആയിട്ടുള്ള റിട്ടേൺസ് 12% ഓപ്ഷൻ അല്ല പ്രൊജക്ട് ബി തരുന്നുണ്ട്, 11% ഓപ്ഷൻ ഡി തരുന്നുണ്ട്. ഓപ്ഷൻ എയും സിയും 7ഉം 5 ആണ്. അപ്പൊ നമ്മൾ അത് കണ്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ബി എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്, കാരണം അത് 12% റിട്ടേൺസ് തരുന്നുണ്ട്. പിന്നെ ഡി 11% റിട്ടേൺസ് തരുന്നുണ്ട്. പിന്നെ അവർക്ക് കൂടുതൽ റിട്ടേൺസ് തരുന്നത് 10% ഉള്ള എക്സ്റ്റേണൽ പ്രൊജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്രൊജക്ട് ബിയിലാണ്. ഓക്കെ, സോ അവരുടെ 15 മില്യണിൽ ഒരു 10 മില്യൺ എടുത്തിട്ട് 10 മില്യൺ എടുത്തിട്ട് പ്രൊജക്ട് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 10 മില്യൺ ഇൻ പ്രൊജക്ട് ബി. ഓക്കെ, അതിനുശേഷം 12 കഴിഞ്ഞിട്ട് കിട്ടുന്ന 11% റിട്ടേൺസ് തരുന്ന പ്രൊജക്ട് ഡിയിൽ അവർ 2 മില്യൺ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു, 2 മില്യൺ ഇൻ പ്രൊജക്ട് ഡി. സോ അവരുടെ 15 മില്യണിൽ നിന്നും 15 10 പോയി, പിന്നെ ഒരു 2 പോയി. റിമൈനിങ് ആയിട്ട് അവരുടെ ഉള്ള ക്യാഷ് പറഞ്ഞാൽ 3 മില്യൺ ആണ്. ഈ 3 മില്യൺ യൂസ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റിലും ഈ സി എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് 5 മില്യൺ ആവശ്യമുണ്ട്. വേണമെങ്കിൽ പ്രൊജക്ട് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. പ്രൊജക്ട് എയിൽ 7% റിട്ടേൺസ് തരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 3 മില്യൺ റിമൈനിങ് ആയിട്ടുള്ളത് ഈ എക്സ്റ്റേണൽ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് അവർക്ക് 10% കിട്ടും. സോ അവരുടെ ഈ 15 മില്യൺ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ആരാധന ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഈ മില്യൺ പറയുമ്പോ എത്ര സീറോ വരിക? അല്ല 10 ലാഖിന് എത്ര മില്യൺ എന്നാ പറയാ? 10 ലാഖ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ. അപ്പൊ 10 മില്യൺ പറഞ്ഞാലോ? 10 മില്യൺ എന്ന് പറഞ്ഞാൽ ഓക്കെ 10 ലാഖ് 10 വട്ടം വരും, അപ്പൊ 1 സിയർ ആവും. 1 മില്യൺ നമ്മൾ എഴുതാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് 1 മില്യൺ എഴുതാം. ഓക്കെ, അതായത് നമ്മൾ 10 ലാക്സ് 10 ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതണത്
ഓക്കെ, അവരെന്ത് ചെയ്യും? 1 കഴിഞ്ഞിട്ട് 0 ഇടും, പിന്നെ 3 എന്നുള്ളത് 0 ഇടും, പിന്നെ 3 ഉള്ള 0 ഇടും. അതായത് ഈ 1 മില്യണും 10 ലാഖും സെയിം ആണ്. ഓക്കെ, മില്യൺസിൽ പറയുമ്പോൾ 10 ലാഖ് 1 മില്യൺ ആയി മാറും. 10 മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു 0 കൂടി വരും, അപ്പൊ ഇവിടെ 1 CR ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. 10 മില്യൺ എന്ന് പറഞ്ഞാൽ 10,000,000,000 എന്ന് പറയും. ഇതാണ് 10 മില്യൺ, അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിൽ 1 CR. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡമ്മി ക്വസ്റ്റ്യൻസ് ഒക്കെ, അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയാണ് ഒരു പറഞ്ഞു കേട്ടുള്ള അറിയുന്നത്. വളരെ സിമ്പിൾ. ഞാൻ എക്സാം ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് ഇതൊരു ഡമ്മി ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്ന് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും, ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യൻ ഡമ്മി ക്വസ്റ്റ്യൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഫോർ എ ഗിവൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ടു ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു. എന്താണ് അതിന്റെ പേര്? എന്താ? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. വളരെ സിമ്പിൾ അല്ലേ? ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ പോരെ. ഇപ്പൊ നിങ്ങൾ ഈ 108 സെക്കൻഡിന്റെ പേടി മാറിയില്ലേ? 108 സെക്കൻഡിനുള്ളിൽ ക്വസ്റ്റ്യൻ തീർക്കണം എന്നുള്ളൊരു പേടി. പക്ഷെ 108 സെക്കൻഡ്സ് കൊണ്ടും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച്, അതായത് ചില പ്രോബ്ലംസിന് കുറച്ച് അധികം ടൈം വേണ്ടി വന്നേക്കാം. ഒരുപാട് പ്രോബ്ലംസ് ഉള്ള, അതായത് നല്ല ഡിഫിക്കൽട്ട് അല്ല, കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസിൽ ഇനി വരുന്നുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് നമ്മൾ എക്സ്ട്രീം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ നിങ്ങളുടെ സെക്ഷൻ സി ഉണ്ട്, ഡിസിഷൻ അനാലിസിസ്, അതിൽ അത്യാവശ്യം പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതിന് കുറച്ച് ടൈം. അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യന് ഒരു 200 സെക്കൻഡ്, അതായത് 3 മിനിറ്റ് വേണ്ടി വന്നേക്കാം. സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് ടൈം സേവ് ചെയ്തിട്ട് അതിലേക്ക് അഡ്ജസ്റ്റ് ആവും. ഓക്കെ, അങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. ഇതാ നമ്മൾ നേരത്തെ ചെയ്ത അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇതാ പ്രൊജക്ട് ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂസ് തന്നിട്ടുണ്ട്, പ്രൊജക്ട് ബിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഓരോ പെർസെന്റേജിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് നെറ്റ് പ്രസന്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചത് പ്രൊജക്ട് എന്റെയും ബിന്റെയും അപ്രോക്സിമേറ്റ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഏകദേശം ഏത് പെർസെന്റേജിലാണ് ഡിസ്കൗണ്ട് നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആവുന്നത് അല്ലെ? ഏതാ ഓപ്ഷൻ കിട്ടി? ഓപ്ഷൻ സി. ഓപ്ഷൻ എ. എനിക്ക് എ ആ കിട്ടിയത്. സി. ഓപ്ഷൻ എ. എനിക്ക് എ ആ കിട്ടിയത്. സി ആർ കിട്ടി. ആരാധന കാണാം. യെസ് സർ. ഓപ്ഷൻ എ സി അല്ലെ? ഓപ്ഷൻ എ 19.5 19, ഓപ്ഷൻ സി 25 21. ഓപ്ഷൻ എ ആണ്. ഒന്നുകൂടി നോക്കി കാരണം ഓപ്ഷൻ ബിയില് 24% ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ 30 ആണ് കിട്ടുന്നത്. 26 യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 11 കിട്ടുന്നത്. പ്രൊജക്ട് ബിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ്സും തന്നിട്ടുണ്ട്. 24% യൂസ് ചെയ്തപ്പോൾ പോസിറ്റീവാ, 26 യൂസ് ചെയ്തപ്പോൾ നെഗറ്റീവാ. അപ്പോ 24ന്റെയും 26ന്റെയും ഇൻ ബിറ്റ്വീൻ ആണ് ഏതൊരു പെർസെന്റേജിലായിരിക്കും നെറ്റ് പ്രസന്റ് വാല്യൂ 0 വരുന്നത്. ആ നെറ്റ് പ്രസന്റ് വാല്യൂ 0 വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് ബിന്റേത് 24ന്റെയും 26ന്റെയും നടുവിലായിട്ടുള്ള 25.5 ആണ്. 21.5 യൂസ് ചെയ്തിട്ട് ചെയ്താൽ 21.5 ഇതിനെ നടക്കുക വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. 22ലും പോസിറ്റീവാ. ഓക്കെ, 24ലും പോസിറ്റീവ്. അപ്പൊ 21ൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ 0 വരുന്നത് ഇതാ ഇവിടെ തന്നെ. 30 കഴിഞ്ഞ് എൻ പി കുറഞ്ഞ് 0-ലെത്തി, വീണ്ടും കുറഞ്ഞ് നെഗറ്റീവ് ലെവലിലേക്ക് എത്തി. സോ ഈ 0 വരുന്നത് എവിടെ? 24ന്റെയും 26ന്റെയും നടുവിൽ എവിടെയാണ്, അതായത് 25.5. ഓക്കെ, അപ്രോക്സിമേറ്റ് ആണ്. മനസ്സിലായാ? ഇങ്ങോട്ട് പറയാം. മനസ്സിലായി. പക്ഷെ സാറ് പറഞ്ഞില്ലേ അടുത്തേക്ക് വരുംതോറും ആ ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് കിടക്കണത് എടുക്കാൻ പാടില്ല പറഞ്ഞില്ലേ? അത് നമ്മൾ IRR യൂസ് ചെയ്തിട്ട് പ്രോജക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, 2 പ്രോജക്റ്റ് അടുത്ത് കിടക്കുമ്പോ പെട്ടെന്ന് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച്
ബാക്കിലുള്ള ശരിയാണ് ശരിയാണ് ശരിയാണ്. അത് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആയിരുന്നു. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് 10.006 ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ വരുന്ന പ്രൊജക്ട് ബി ഉണ്ടായിരുന്നു. 11.69 വരുന്ന ആ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊജക്ട് എ അല്ല പ്രൊജക്ട് ബി, പ്രൊജക്ട് എ ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സിറ്റുവേഷൻ ഇവിടുത്തെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോജക്ട് എ ആണോ പ്രോജക്ട് ബി ആണോ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് ചോദിച്ചത്. സോ നമുക്ക് 10% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെങ്കിലും ഓപ്ഷൻ ബിയും ഓക്കെയാണ്, ഓപ്ഷൻ എയും ഓക്കെയാണ്. കാരണം അതിന്റെ രണ്ടിന്റെയും IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൊജക്ട് ബിനെക്കാളും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് പ്രൊജക്ട് എ. കാരണം പെട്ടെന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയാൽ 10ലേക്ക് പെട്ടെന്ന് എത്തും. 10 അല്ലായിരുന്നു നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആയിരുന്നു. ക്വസ്റ്റ്യൻ നോക്കണം. ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആയിരുന്നു. 8 ആയാലും സെയിം തന്നെ. ഓക്കെ, നമ്മളെ 8 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങാനും ഇൻക്രീസ് ആയി 10.0606 ആയാൽ അവിടെ പ്രൊജക്ട് ബിന്റെ റെപ്രസെന്റേഷൻ 0 ആവും. ഇൻ കേസ് 11 ആയാൽ പ്രൊജക്ട് ബി നെഗറ്റീവിലാണ്. ഓക്കെ, പക്ഷേ പ്രൊജക്ട് എ അപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, അതാണ് അവിടുത്തെ സിനാരിയോ. രണ്ട് പ്രൊജക്റ്റിൽ കമ്പാരിറ്റീവ് ബെറ്റർ. പ്രൊജക്ട് ബിനെക്കാട്ടി കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ്. കാരണം 11.69% വരെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ 8 ഇൻക്രീസ് ആയി 11.69 വരെ പോയാലും നമുക്ക് സേഫാണ്. അപ്പോഴും നമുക്ക് നമ്മൾ ലോസിലേക്ക് പോയിട്ടില്ല. ഈ 11.69 ഇൻക്രീസ് ആയാലേ നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് വരും. ഓക്കെ, പക്ഷെ പ്രൊജക്ട് ബി പെട്ടെന്ന് നെഗറ്റീവ് ആവാൻ ചാൻസ് കൂടുതലാണ്. അവിടുത്തെ സിനാരിയോ വേറെ. ഇവിടെ ചോദിച്ചത് എന്താന്ന് വെച്ചാല് ഇവിടെ ചോദിച്ചത് എന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ അല്ലേ ആരാധന? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിയില്ലേ? യെസ് സർ, അത് കിട്ടി. അത് സെയിം ക്വസ്റ്റ്യൻ അവിടെ തന്നെ. ഓക്കെ, രണ്ട് പ്രൊജക്ട് തന്നിട്ടുള്ളൂ. അതായത് 4% ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് കിട്ടി. 6% യൂസ് ചെയ്തപ്പോൾ അതായത് ഡിസ്കൗണ്ട് റേറ്റ് കൂടിയപ്പോൾ NPV കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ആവുന്നു. 6ൽ നിന്ന് 8 ഇൻക്രീസ് ആയി, നെറ്റ് പ്രസന്റ് വാല്യൂ കുറഞ്ഞു. 8ൽ ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. 10% ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ നെഗറ്റീവ്. അപ്പം 8ന്റെയും 10ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് 9 ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഈ പോസിറ്റീവ് 460ന്റെയും നെഗറ്റീവ് 440ന്റെയും നടുക്കാണ്. ഈ 460 റെഡ്യൂസ് ആയി 0യിൽ എത്തിയിട്ടാണ് വീണ്ടും നെഗറ്റീവിലേക്ക് റെഡ്യൂസ് ആയി പോയത്. സോ ഈ 0 വരുന്നത് 8ന്റെയും 10ന്റെയും നടക്കാം, അതായത് 9. അതേ സെയിം ലോജിക്ക് അവിടെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ രണ്ട് പ്രൊജക്റ്റിൽ തന്നത്. അതായത് പ്രൊജക്ട് എന്റെ നമുക്ക് ആദ്യം നോക്കാം. അതാണ് പെർസെന്റേജ് 10% യൂസ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ്. 12% ഇൻക്രീസ് ചെയ്തപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. 14 പോസിറ്റീവ് ആണ്, 16 പോസിറ്റീവ് ആണ്, 18 പോസിറ്റീവ് ആണ്. 18 പോസിറ്റീവാണ്. ഓക്കെ, 0യിൽ പക്ഷെ എടുത്തെത്താനായി. പ്രൊജക്ട് എയില് ഡൗട്ട് വന്നില്ല, പ്രൊജക്ട് ബി മാത്രമാണ് ഡൗട്ട് വന്നത്. അതെങ്ങനെ വരാൻ പറ്റും? രണ്ടും സെയിം സംഭവം അല്ലേ? പ്രൊജക്ട് ചെയ്യേണ്ടത് 18% പോസിറ്റീവും 20% നെഗറ്റീവും ആണെങ്കിൽ ഇതാ ഈ പോസിറ്റീവ് 77 റെഡ്യൂസ് ആയി ഇതാ അങ്ങനെ ഒരു ഡൗട്ടറിന്റെ ആവശ്യമാണല്ലോ. ഇതാ ഈ 77 ഞാൻ പോസിറ്റീവ് മറ്റേ റെഡ്യൂസ്. ഇത് അപ്ലൈ ചെയ്തിരുന്നു. നമ്മൾ ലോവർ റേറ്റ് NPV at ഹയർ ആ ഫോർമുല ഇട്ട് അപ്ലൈ ചെയ്തപ്പോ 19.49 പ്രൊജക്ട് എയിലും പ്രൊജക്ട് ബിയിലും 25.46 ഇങ്ങനെ കിട്ടി. പക്ഷെ അതിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, നമുക്ക് ഈ ആൻസർ ഇല്ല. പെട്ടെന്ന് കിട്ടാൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ സുബിതൊക്കെ എങ്ങനെ കിട്ടിയ ഈ ഓപ്ഷൻ? നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ഈ ഒരു രീതിയിലല്ലേ? പോസിറ്റീവ് അതെങ്ങനെ നെഗറ്റീവ് നോക്കിയിട്ടാണ് ചെയ്തത്? പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ടാണ് ഇൻ ചെയ്തത്. ബിറ്റ്വീൻ. അതായത് ഈ ക്വസ്റ്റ്യൻ മുബഷിർ ഇന്നലെ പോയവരെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ആ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് അനാവശ്യമായിട്ട് സമയം കളയണ്ടല്ലോ. ഇതാ 18% 70ലും 20% നെഗറ്റീവ് ആണെങ്കിൽ ഇതാ ഈ 77 റെഡ്യൂസ് ആയിട്ട് 18 എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റിൽ നിന്ന് ഇൻക്രീസ് ആയ സമയത്ത് ഇതാ ഈ പോസിറ്റീവ് 77 റെഡ്യൂസ് ആയി 0യിൽ എത്തുന്നുണ്ട്. വീണ്ടും 0 എന്ന് റെഡ്യൂസ് ആയിട്ടാണ് മൈനസിലേക്ക് ഇങ്ങനെ പോണത്. ഓക്കെ, ഓ 0 എന്ന് പറഞ്ഞ NPV വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഈ 18ന്റെയും 20ന്റെയും നടുക്കായിരിക്കും. 18ന്റെയും 20ന്റെയും നടുക്ക് രണ്ട് 19 19.5 രണ്ടിലും ഏതുമാണ് ആയിരിക്കാം. അപ്പൊ ഓപ്ഷൻ എ ആവാൻ സാധ്യതയുണ്ട്, ഓപ്ഷൻ സി ആവാൻ സാധ്യതയുണ്ട്, ഓപ്ഷൻ ബി അല്ല. ഓക്കെ, 20.5 എന്ന് പറഞ്ഞത് അതിലെന്താ നെഗറ്റീവ് ആയിരിക്കും. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് ചോദിച്ചത് അത് പോസിറ്റീവ് NP 0 എന്ന പോയിന്റ്.
അപ്പം പ്രൊജക്ട് എ ഓക്കെ. ഇനി പ്രൊജക്ട് ബിന്റെ സെയിം കോൺസെപ്റ്റ് ആണ്. 10% പോസിറ്റീവ്, 12% പോസിറ്റീവ്, 16-ലും 20-ലും ഒക്കെ പോസിറ്റീവ്, 22-ലും പോസിറ്റീവ്, 24-ൽ എത്തിയപ്പോൾ 30 ആയി, 26 എത്തിയപ്പോൾ നെഗറ്റീവ് ആയി. ഈ 30 റെഡ്യൂസ് ആയി 0-ൽ എത്തിയിട്ട് വീണ്ടും റെഡ്യൂസ് ആയിട്ട് മൈനസിലേക്ക് പോയി. സോ ഈ 0 വരുന്ന പോയിന്റ് ഏതാ? 24-നെയും 26-നെയും നടുക്കാണ്. ക്ലിയർ ആയില്ല ആരാധന? സോ 24-ഉം 26-നും നടുക്ക് 25.5 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 21.5. ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര ആൻസർ കിട്ടി? ഇവിടെ അപ്രോക്സിമേറ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടി വരും. ഇത് എനിക്ക് മനസ്സിലായി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കിട്ടിയേ. സുബിത എനിക്കും ബി ആ കിട്ടിയേ. ബി ആ കിട്ടിയത്. ഇത് ആ 10.5. മില്യൺസ് വലിയ എമൗണ്ട് വരുന്നോണ്ടാണ്, പക്ഷെ ടഫ് ഒന്നുമില്ല, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നെ. പ്രോജക്ട് ദാറ്റ് റിക്വയർസ് ഇതാണ് ആരാധന 40 മില്യൺ. ഓക്കെ, അതായത് 4 കോടി. നിങ്ങളുടെ എക്സാമിന് എപ്പോഴും ഡോളറിലായിരിക്കും. നമ്മള് US-ലെ ആൾക്കാരല്ലേ, CMA US അല്ലേ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡോളറിലായിരിക്കും. 40 million ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പെക്ടഡ് ടു ജനറേറ്റ് ആനുവൽ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് ഓഫ് 6 million. അതായത് അടുത്ത 12 വർഷത്തേക്ക് 6 million വെച്ചിട്ട് കിട്ടും. ഓക്കെ, 6 million എന്ന് പറഞ്ഞാൽ 60 lakh. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 14% ആണ്. അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 14% ആണ്. ഓക്കെ, ദ പ്രോജക്ട്സ് നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് ദ അപ്രോക്സിമേറ്റ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമ്മൾ പ്രോജക്റ്റിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്, അതായത് ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 6 മില്യൺ അടുത്ത 12 വർഷത്തേക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആനുവിറ്റി ആണ്, GT വെച്ച് ചെയ്താൽ മതി. 6 million ഡിവൈഡഡ് ബൈ 1.14. ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. 1 2 3 4 5 6 7 8 9 10 11 12 GT ചെയ്താൽ എനിക്ക് എന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടി 33.96175 മില്യൺ. ഓക്കെ, പക്ഷെ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 40 മില്യൺ ആണ്. ഡയറക്റ്റ് -40 മില്യൺ അടിച്ചാൽ 40 000 അടിച്ചാൽ ഓക്കെ, ഓൾറെഡി മൈനസ് ആയിട്ടാണ് കിടക്കുന്നത്. 6 മില്യൺ 40,000 ആണ്. നമ്മുടെ കാൽക്കുലേറ്ററിൽ 6 മില്യൺ 38,247 എന്നാണ് വരിക. ചെറിയ ഡിഫറൻസ് പ്രശ്നമാക്കണ്ട. സോ നമുക്ക് എന്താ അറിയാം, NPV 14% യൂസ് ചെയ്തിട്ട് ഇതിനെ ഡിസ്കൗണ്ട് ചെയ്താൽ NPV നെഗറ്റീവാ. ഓക്കെ, അതായത് NPV ഇപ്പൊ നെഗറ്റീവിലാണ് കിടക്കുന്നത്. നെഗറ്റീവിലുള്ള പെർസെന്റേജ് പറഞ്ഞാൽ 14 ആണ്. ഓക്കെ, സോ നമുക്ക് സീറോ നെറ്റ് പ്രസന്റ് വാല്യൂ ഉള്ള പെർസെന്റേജ് കിട്ടാൻ കുറച്ച് കുറയ്ക്കേണ്ടി വരും. ഓക്കെ, 14നെക്കാട്ടും ചെറിയ ഒരു ഡിസ്കൗണ്ട് റേറ്റ് 12-ഓ 10-ഉം 12 ആണ് ഇതിലുള്ളത്. ഒന്നെങ്കിൽ 10 ആയിരിക്കും അല്ലെങ്കിൽ 12 ആയിരിക്കും. ഇതിൽ ഏതോ ഒരു പെർസെന്റേജ് യൂസ് ചെയ്താൽ നെറ്റ് പ്രസന്റ് വാല്യൂ 0 കിട്ടും. ഓക്കെ, അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് കിട്ടൂല. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പോണത്, 12-ലൊന്ന് ചെയ്തൊക്കെ പോവാം. 14 റെഡ്യൂസ് ചെയ്തിട്ട് 12-ലേക്ക് എത്തിയ ഡിഫറൻസ് കുറച്ച് കുറയും. ഇപ്പൊ 12 യൂസ് ചെയ്യുമ്പോൾ 6 മില്യൺ ഡിവൈഡ് ബൈ 1.12 1 2 3 4 5 6 7 8 9 10 11 12 GT ചെയ്താൽ 37 മില്യൺ. അപ്പോഴും 3 മില്യൺ ഡിഫറൻസ് ഉണ്ട്. -40 മില്യൺ ചെയ്താൽ ഓക്കെ 2.83 മില്യൺ, അതായത് 28 ലാഖിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോഴും നെഗറ്റീവിലാണ് കിടക്കുന്നത്. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓപ്ഷൻ ബിയോ സിയോ ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ രണ്ടിലും സെയിം ആണ് കൊടുത്തത്. ഒന്നെങ്കിൽ IRR 10 ആയിരിക്കും, IRR 12 ആയിരിക്കും. അപ്പൊ 12-ലും വീണ്ടും നല്ല നെഗറ്റീവിൽ തന്നെ കിടക്കുന്നത്. 40-ലും 3 നെഗറ്റീവ് ഉണ്ട്, 12-ലേക്ക് എത്തിയപ്പോൾ കുറച്ച് കുറഞ്ഞ് 6 മില്യൺ കുറഞ്ഞ് 2 മില്യൺ 2.83 മില്യൺ, അതായത് 28 ലാഖായി. ഇവിടെ 60 ലാഖ് നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവിനെ കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ബാക്കോട്ട് വന്നപ്പോൾ 40-ന്ന് റെഡ്യൂസ് ആക്കിയിട്ട് 12-ലേക്ക് എത്തിയപ്പോൾ കുറച്ച് നെറ്റ് പ്രസന്റ് വാല്യൂ റെഡ്യൂസ് ആയി. ഓക്കെ, റെഡ്യൂസ് ആയി മീൻസ് നെഗറ്റീവ് റെഡ്യൂസ് ആയി, അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ കൂടി വരുന്നുണ്ട്. ഇനി 12 അല്ല 10 ആയിരിക്കും എന്തായാലും ആൻസർ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, കുറച്ചും കൂടി അടുത്ത് വരും. എന്തുകൊണ്ടാണ് നമുക്ക് 40 മില്യൺ കറക്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാത്തത്? ഇവിടെ ചോദിച്ചത് അപ്രോക്സിമേറ്റ്. ഓക്കെ, അതായത് 46 മില്യൺ
ഡിവൈഡ് ബൈ 1.1 10% ആണ് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എത്ര കിട്ടും നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 GT ചെയ്താൽ 40,882,000 ഒരു 8 ലാഖിന്റെ ഡിഫറൻസ് ഉള്ളൂ. അതായത് ലെസ് ദാൻ 1 മില്യൺ ആണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഈ 10% നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, 10% ചെയ്തപ്പോ നമുക്ക് 0 ആണ് കിട്ടേണ്ടത്. 10% ഓൾമോസ്റ്റ് 0 എടുത്താൽ ചെറിയൊരു പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ 10-നെക്കാളും കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് ആക്ച്വൽ 0 കിട്ടും. പക്ഷെ ഇവിടെ ചോദിച്ചത് അപ്രോക്സിമേറ്റ് ആണ്. ഏകദേശം നമുക്ക് പറഞ്ഞാൽ മതി 10% ആയിരിക്കും നമ്മുടെ തന്ന ഓപ്ഷൻസിലും ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനിയിപ്പോ നമുക്ക് കറക്റ്റ് 0 കിട്ടണം, 10-നെക്കാളും കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ നോക്കിയാൽ മതി. അതായത് 6 മില്യൺ, അതിന്റെ ആവശ്യമില്ല. ഡിവൈഡ് ബൈ 1.101. ഓക്കെ, അപ്പൊ ഞാൻ ഈ 10% മാറ്റിയിട്ട് 10.1% ആക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1.101 എന്ന് വരും. 1.11 അല്ല, 1.11 എന്ന് പറഞ്ഞാൽ 11% ആണ്. 10.1% പറഞ്ഞാൽ അതായത് 6 മില്യൺ ഡിവൈഡ് ബൈ 1.101 ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 GT ചെയ്താൽ കുറച്ചും കൂടി കുറയും. പക്ഷെ എത്ര നമുക്ക് കറക്റ്റ് അറിയേണ്ട ആവശ്യമില്ല. അപ്രോക്സിമേറ്റ് ഇന്റർവൽ റേറ്റ് ഓഫ് റിട്ടേൺ, അത് ആക്ച്വൽ എത്ര ആണ് ആയിക്കോട്ടെ, നമുക്ക് തന്ന ഓപ്ഷനിൽ ഏതാ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇതും നമ്മൾ ഇന്നലെ ഇവിടെ ചെയ്തായിരുന്നു അല്ലെ? ഈ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, മുബഷിർ ഇല്ലായിരുന്നു. എത്ര ആയിട്ട് മുബഷിറ? ഫേക്ക് പേ ബാക്ക് പീരീഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ കണ്ടുപിടിച്ചത്? 15%. ആ, നമുക്ക് ട്രയൽ ആൻഡ് ആൻസർ എറർ ഓപ്ഷൻ പോലെ ബി. ഇവിടെ ആ തന്ന അതെ, ഓപ്ഷൻ. 1,75,000 4 years അങ്ങനെ അതെ നോക്കി. അതെ അതെ, 10% ഉണ്ട്, 15% ഉണ്ട്, 35 ഉണ്ട്, 40 ഉണ്ട്. നമുക്ക് ഒരു 3 എടുത്ത് നോക്കിയാൽ മതി. 10% ചെയ്യുകയാണെങ്കിൽ 1,75,000 ഡിവൈഡ് ബൈ 1.1 1 2 3 4 GT ചെയ്താൽ പോസിറ്റീവ് ആണ്. 5,54,000 മൈനസ് 5 ലാക്ക് ചെയ്താൽ 54,000 സംതിങ് പോസിറ്റീവ് ആണ്. കുറച്ചും കൂടി മുന്നോട്ട് സഞ്ചരിക്കണം. ഒന്നെങ്കിൽ 15 35 അതിലേതായിരിക്കും. 35 ചെയ്ത് നോക്കിയപ്പോൾ ഇതാ 1,75,000 ഡിവൈഡ് ബൈ 1.35 1 2 3 4 GT ചെയ്താൽ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടില്ല. അപ്പൊ കൺഫ്യൂഷൻ ആയത് 15 ചെയ്യുമ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് കാണിക്കുന്നുണ്ട്, 10 ചെയ്യുമ്പോൾ കുറച്ചധികം പോസിറ്റീവ്. അപ്പൊ അതിൽ ഏത് എടുക്കണം അങ്ങനെ ഒരു തോന്നുന്നു. ഇല്ല, അടുത്ത് നിൽക്കുന്നത് 15 ആയിരിക്കും, ഡിഫറൻസ് കുറയും. ഇവിടെ ചോദിച്ചത് അപ്രോക്സിമേറ്റ് ആണ്. ആ ഓക്കെ അതാണ് ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അതായത് 35 ചെയ്യുമ്പോൾ വളരെ നെഗറ്റീവാണ്. 3,49,000 മൈനസ് 5 ലാക്ക് ചെയ്താൽ 1,50,000 നെഗറ്റീവാണ്. നല്ല നെഗറ്റീവാണ്. 15-ല് 15% 4,99,000 വരും, 10-ല് ചെയ്യുമ്പോൾ 5,54,000 വരും. അപ്പൊ അതൊരു ഡൗട്ട്. അടുത്ത് നിൽക്കുന്ന 15 ആണ്, പക്ഷെ ഇനി പോസിറ്റീവ് അല്ല, നമ്മള് ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് അതിനെ നെറ്റ് പ്രസന്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. ഞാൻ കാണിച്ചുതരാം. അതായത് 10% വെച്ചിട്ട് ഞാൻ ചെയ്യുമ്പോൾ 10% ചെയ്യുമ്പോൾ 1,75,000 ഡിവൈഡ് ബൈ 1.1 1 2 3 4 GT ചെയ്താൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 5,54,000 സംതിങ് കിട്ടും. മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 ലാക്ക് ചെയ്താൽ നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടി 54,726. ഓക്കെ, മുന്നോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പോസിറ്റീവ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഈ പോസിറ്റീവ് കുറഞ്ഞ് 0-ലെത്തും. ആ 0 അവിടെ പോയിന്റ് എത്ര നോക്കി. ഇനി 15 ചെയ്തിട്ടാണെങ്കിൽ 1,75,000 ഡിവൈഡ് ബൈ 1.15 1 2 3 4 GT. ഓക്കെ, അപ്പൊ 4,99,600. ചെറിയ ഡിഫറൻസ് വരുന്നത് ഈ അപ്രോക്സിമേറ്റ് അവർ ചോദിച്ചത്. ഓക്കെ, മൈനസ് 5 ലാക്ക് ചെയ്താൽ -378. അതായത് 15 എന്ന് പറഞ്ഞ പോയിന്റിൽ ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, സോ 15-നെക്കാട്ടും കുറച്ച് ബാക്കിലുള്ള 14.85 14.7 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എക്സാക്ട് IR റിട്ടേൺ. അതിൽ കുറച്ചൊന്ന് മുന്നോട്ട് പോയതുകൊണ്ടാണ്, അതിനെക്കാട്ടും കുറച്ചൊരു മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ 15% ചെയ്യുമ്പോൾ ചെറിയ നെഗറ്റീവ് വന്നത്, -378. പക്ഷെ ഇവിടെ ചോദിച്ചാൽ അപ്രോക്സിമേറ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനിലും അപ്രോക്സിമേറ്റ് ചോദിക്കുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡ്, ഇത് നമ്മൾ ഇന്നലെ ചെയ്തല്ലേ? ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് നെറ്റ് പ്രസന്റ് വാല്യൂ IRR നെറ്റ് പ്രസന്റ് വാല്യൂ സംബന്ധിച്ചിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ABCD. മുബശ്ശിർ ഏതാ? ഓപ്ഷൻ ഡി ആണ്.
ഓപ്ഷൻ ഡി ആണോ? ഡി ആണോ? ബി ആണോ? ഇതാ, if the net present value of a project is negative, the IRR must be greater than the company's cost of capital. അവർ പറഞ്ഞ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവിലാണ് കിടക്കുന്നതെങ്കിൽ IRR എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ഓക്കെ, IRR വരെയുള്ളത് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, IRR സീറോ ആണ്. IRR കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് പോയാൽ ഓക്കെ NPV നെഗറ്റീവിലേക്ക് പോകും. ഇഫ് ദ NPV ഓഫ് എ പ്രൊജക്ട് ഈസ് നെഗറ്റീവ്, ഈ ഒരു സിനാരിയോ ആണെങ്കിൽ നെഗറ്റീവിലാണ് കിടക്കുന്നതെങ്കിൽ IRR must be greater than the cost of capital. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ IRR 10 ആണെങ്കിൽ IRR ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു IRR മുന്നോട്ട് പോകുമ്പോഴാണ് നെഗറ്റീവിലേക്ക് പോകുന്നത്. മേ ബി 10 ഗ്രേറ്റർ ഉള്ള ഒരു 15%-ിലാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തതെങ്കിൽ 15%-ിൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ ഒരു കേസിൽ IRR ചെറുതല്ലേ? ഓക്കെ, IRR മസ്റ്റ് ബി ലെസ് ദാൻ എന്ന് അവർ പറയുന്നത്. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ആക്ച്വലി ഇവർ പറഞ്ഞ പ്രകാരം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ ശരിക്കും പോസിറ്റീവ് എന്ന് വരണം. ഓക്കെ, IRR ഗ്രേറ്റർ ആവണം. എപ്പോഴാ ഇതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8 ആണ്, ഞാൻ 8% ആണ് യൂസ് ചെയ്തെങ്കിൽ IRR വലുതാ, IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും വലുതാ, അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ആണ്. ഈ ഒരു സിനാരിയോയിൽ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണക്ഷൻ ഇത് കുഴപ്പമില്ല, അത് എനിക്ക് പണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ആലോചിച്ചാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി തെറ്റാണ്, അവർ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഇനി ഓപ്ഷൻ സി, ബോത്ത് അപ്രോച്ച് ഓൾവേസ് പ്രൊവൈഡ് ദി സെയിം റാങ്കിങ് ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രോസസ്. അതായത് എല്ലാ സമയത്തും അവര് രണ്ടും ഒരേ അഭിപ്രായം പറയാൻ. നമ്മളന്ന് ഒരു പേ ബാക്ക് പീരീഡിന്റെയും നെറ്റ് പ്രസന്റ് വാല്യൂന്റെയും ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. നെറ്റ് പ്രസന്റ് വാല്യൂ 8 lakh ഉണ്ട്, പക്ഷേ പേ ബാക്ക് പീരീഡ് നമ്മളെ കട്ട് ഓഫിനെക്കാട്ടി വലുതാണ്. കട്ട് ഓഫ് 4, പേ ബാക്ക് പീരീഡ് 5. പേ ബാക്ക് പീരീഡ് പറഞ്ഞു ഇത് അക്സെപ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു, NPV പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടൂൾസിലും എപ്പോഴും ഒരേ രീതിയിലല്ല റാങ്ക് ചെയ്യുക. ഓരോന്ന് യൂസ് ചെയ്യുമ്പോൾ ഓരോന്ന് ബെറ്റർ ആയിട്ട് തോന്നും. ഓക്കെ, ഓപ്ഷൻ സി അല്ല, ഈ ഓപ്ഷൻ ഡി, ബോത്ത് അപ്രോച്ചസ് ഫെയിൽ ടു കൺസിഡർ ദ ടൈമിംഗ് ഓഫ് പ്രൊജക്ട് ക്യാഷ് ഫ്ലോസ്. നമ്മൾ എല്ലാ പ്രൊജക്ടിന്റെ ക്യാഷ് ഫ്ലോസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊജക്ട് അല്ല, ഓപ്ഷൻ ബി അല്ല ആൻസർ. ഇനി ഓപ്ഷൻ എ, ഇഫ് ദി IRR ഓഫ് എ പ്രോജക്ട് ഈസ് ഈക്വൽ ടു ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. IRR തന്നെയാണ് ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്കിൽ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ടുള്ള പെർസെന്റേജ് അഥവാ IRR എന്നുള്ള പെർസെന്റേജ് യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്താൽ ആ പ്രൊജക്ടിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പം ആർക്കും അങ്ങനെ അധികമൊന്നും തെറ്റിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ. അതായത് 40% ആൾക്കാർ ശരിയാക്കിയ ക്വസ്റ്റ്യൻ അതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. നമ്മൾ ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, സോ ഒരു റീക്യാപ്പ് പോലെ ടൂൾസ് ഓർ ടെക്നിക്സ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നമ്മൾ ഇന്ന് ഫ്രൈഡേ 5, 5, 10, 13ാമത്തെ ക്ലാസ്സാണ് നമ്മൾ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 27 hours ആയിരുന്നു. ട്രഡീഷണൽ ടൂൾസ് ആയിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. പിന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടൂൾസ്. ട്രഡീഷണൽ ടൂൾസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിന് ഇന്നത്തെ അതേ വാല്യൂ ഉണ്ട് എന്നുള്ള തെറ്റായ അസംഷനിലാണ് ഈ രണ്ട് സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതായത് പേ ബാക്ക് പീരീഡും എക്കോണമിക് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, പേ ബാക്ക് പീരീഡിന്റെ രണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആരാധന അല്ല, ബുക്ക് നോക്കി പറയണ ഇതിന്റെ ആവശ്യമില്ലല്ലോ, നോക്കാണ്ട് പറ. ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടില്ല. അതുപോലെ തന്നെ ഇത് അവിടെ എഴുതിച്ചിട്ടുണ്ട്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. പിന്നെ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ പേ ബാക്ക് പീരീഡിന് ശേഷം ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യില്ല. മറ്റേ പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഇയേഴ്സിലെ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യില്ല. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ബുക്കിൽ നോക്കരുത്. പ്രിലിമിനറി സ്ക്രീനിങ്ങില്
യൂസ്ഫുൾ ആണ് പ്രൊജക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പോയിന്റ്. പിന്നെ പിന്നെ 3 പോയിന്റ് ഉള്ള ഒരു പോയിന്റ്. ക്വിക്ക് റിക്കവറി, മാക്സിമം അല്ല മിനിമം റിസ്ക് മാക്സിമം ലിക്വിഡിറ്റി. ഓക്കെ, അപ്പൊ ആ പോയിന്റ് കഴിഞ്ഞു. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഫസ്റ്റ് പോയിന്റ്. മുബഷിറ, ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? അക്കൗണ്ടിങ് ബേസിസിൽ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനല്ല അതന്നെ അതാണ് സംഭവം. ഒന്ന് ഒരു ഫോർമാറ്റിലേക്ക് പറയാം, നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോസ്, ഓൺലി കൺസിഡറിങ് ക്യാഷ് ഫ്ലോസ്, നോട്ട് ഇൻ ആ. അക്കൗണ്ടിങ് ബേസ്. അക്കൗണ്ടിങ് അതായത് നമ്മള് എന്താ പറയാ, അക്രൂവൽ അക്കൗണ്ടിങ്ങിന്റെ ആ ഒരു ബേസിസ് അക്രൂവൽ അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ടുള്ള നെറ്റ് ഇൻകം അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മളെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിന് റിയൽ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് പേ ബാക്ക് പീരീഡിൽ മാത്രമല്ല, എല്ലാ ടൂൾസിലും, ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ എല്ലാ ടൂൾസിലും അതന്നെ കൺസിഡർ ചെയ്യുന്നത്. ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും. നമുക്ക് ഇങ്ങോട്ട് വരുന്നതൊക്കെ ഇൻഫ്ലോസ് ആയിരിക്കും, കൈമ അങ്ങോട്ട് പോകുന്ന ഔട്ട്ഫ്ലോസ് ആയിരിക്കും. സോ അതാണ് നമ്മൾ ട്രഡീഷണൽ ടൂൾസിൽ പഠിച്ചത്. സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ റിയൽ ലൈഫായിട്ട് ഇത്രയും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കോമ്പൗണ്ടിങ് ആയിരുന്നു അല്ലെ. അതായത് പ്രസന്റ് വാല്യൂ നിന്നും ഇൻട്രസ്റ്റും പലിശയുടെ പലിശയൊക്കെ കിട്ടി ഫ്യൂച്ചറിലേക്ക് വാഴുമ്പോൾ മണിയുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നതാണ് കോമ്പൗണ്ടിങ്ങിൽ കണ്ടത്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ പിന്നെ ഡിസ്കൗണ്ടിങ് പഠിച്ചു, അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കൗണ്ടിങ് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ നിന്നും പ്രസന്റ് വാല്യൂക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. മണിയുടെ വാല്യൂ കുറയും. ഒരുപാട് റീസൺസ് ഉണ്ട്. ഇൻഫ്ലേഷൻ, പർച്ചേസിംഗ് പവർ ഓഫ് മണി റെഡ്യൂസ് ആവുന്നത്, പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഈ കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഭാവിയിൽ കിട്ടാൻ പോണ പ്രസന്റ് വാല്യൂവിൽ നിന്ന് വാല്യൂ ഉണ്ടാകുക. സോ അതിനൊരു റിയൽ എമൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പെർസെന്റേജ് യൂസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ചെയ്തല്ലേ. പ്രസന്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁻². അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ അങ്ങനെ കിട്ടും. ഓർ ഫ്യൂച്ചർ ഈ വാല്യൂ പ്രസന്റ് വാല്യൂ ഇൻറ്റു കിട്ടാൻ, പ്രസന്റ് വാല്യൂ ഫാക്ടർ. അതെ, ഈ പ്രസന്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്മുടെ 1/1+r ചെയ്താൽ കിട്ടുന്ന ആ ഒരു സംഭവത്തിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു 1/1+r നമുക്ക് എവിടെ പോയാലും കിട്ടും. എവിടെ പോയാലും കിട്ടും. ടേബിളിൽ പോയല്ലേ, ടേബിൾ നമ്പർ 3 പോയാൽ സിംഗിൾ ക്യാഷ് ഫ്ലോസിൽ കിട്ടും. സിംഗിൾ ക്യാഷ് ഫ്ലോസ്. ടാബ് 4 ആണെങ്കിൽ ആന്യൂറ്റി അല്ലെ. ആന്യൂറ്റി ആണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് GT യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ടാബ് 4 യൂസ് ചെയ്യാം അല്ലെ. സോ അത് ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന്റെ സെയിം കോൺസെപ്റ്റ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ ഓഫ് മണി ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ആണ്. അതായത് ഫ്യൂച്ചറിൽ കിട്ടാൻ പോണം. നമ്മൾ പ്രഡിക്ഷൻ നടത്തുക അല്ലെ. നമ്മൾ അറ്റ് പ്രസന്റ് 0th ഇയറിലാണ് നിൽക്കുന്നത്. 2026 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കുക ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. 2027, 2028 ഇങ്ങനെ ഭാവിയിൽ ഇയർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോസ് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് ഇന്നത്തെ വാല്യൂ ഉണ്ടാവില്ലാന്ന് എനിക്കറിയാം. സോ ഇന്നത്തെ വാല്യൂ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് പഠിച്ചു. പിന്നെ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ പഠിച്ചു. അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്താൽ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ ആക്ച്വൽ എത്ര വാല്യൂ കിട്ടുന്നുണ്ട് അല്ലെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി അധികമാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വലുതാണെങ്കിൽ NPV പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ വലുതെന്നുണ്ടെങ്കിൽ NPV നെഗറ്റീവ് ആയിരിക്കും, നമ്മൾ റിജക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം IRR പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. NPV ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ NPV എന്നുള്ള ആ ഒരു മോണിറ്ററി എമൗണ്ട് അത് മാത്രമേ നോക്കുന്നുണ്ടായിരുന്നു അല്ലെ. അബ്സല്യൂട്ട് മെഷർമെന്റ്. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് റിലേറ്റീവ് മെഷർമെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ എത്ര ഇരട്ടി നമുക്ക് കിട്ടുന്നുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് നമുക്ക് പ്രൊജക്ടിനെ റാങ്ക് ചെയ്യാൻ പറ്റും. ഏതാണ് കമ്പാരിറ്റീവ് ബെറ്റർ, അതായത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് ഏതാണെന്ന് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്താലും മനസ്സിലാവും അല്ലെ. അതിനുശേഷം നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ പഠിച്ചു. ഈ 4 കുറച്ചൊന്ന് ചിന്തിക്കാനുള്ള ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണാണ്. അതായത് നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആവുന്ന ആ ഒരു ഡിസ്കൗണ്ട് റേറ്റിനാണ് നമ്മൾ IRR എന്ന് പറയുന്നത് അല്ലെ.
നമ്മുടെ IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി വലുതായാലേ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് റിട്ടേൺസ് കിട്ടുള്ളൂ. NPV പോസിറ്റീവ് ആവുള്ളൂ. NPV പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടി ചെറുതാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ IRR കടന്ന് മുന്നോട്ട് പോയാൽ നമ്മുടെ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ആ ഒരു പ്രൊജക്ട് കൊണ്ട് നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ടൂൾസോ ടെക്നിക്സ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇതിലായിട്ടില്ല. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ഒരു ചെറിയൊരു ടോപ്പിക് അതിന് മുന്നേ പഠിക്കാം. എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ടോപ്പിക് ആയിരുന്നു എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ഡയറക്റ്റ് അത് പഠിപ്പിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ നമ്മൾ പോയത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഏത് രീതിയിലാന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ 2 പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. രണ്ട് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1,26,000 ആണ്. അത് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നു. പിന്നെ ക്യാഷ് ഫ്ലോസും ഡയറക്റ്റ് തന്നു അല്ലെ. ഇയർ 1 20,000 ആണ്, ഇയർ 2 30,000 ആണ്, ഇയർ 3 50,000 അങ്ങനെ ഡയറക്റ്റ് തന്നു. എങ്ങനെയാണ് ഈ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ റെഫായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ IRR പഠിക്കുന്നതിന് മുന്നേ ഈ 1,26,000 ആണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ജ്യൂസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെഷീൻ ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ജ്യൂസ് മെഷീൻ, ഓക്കെ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയിലെ ഒരു മെഷീനിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മെഷീൻ പർച്ചേസ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ, ആ ഇൻവെസ്റ്റ്മെന്റിനാണ് ഞാൻ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1,26,000 ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ മെഷീൻ ഒരു കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിന് ട്രാൻസ്പോർട്ട് ചെയ്തിന്റെ ഫാക്ടറിയിലേക്ക് എത്തിക്കാൻ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വലിയ മെഷീനിന് വേണ്ടിയിട്ട് ഞാൻ ലാബേഴ്സിന് പൈസ കൊടുത്തിട്ടുണ്ടാവും. അതായത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ഇൻഷുറൻസ് അടിച്ചിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വലിയ മെഷീൻ എന്റെ ഫാക്ടറിയിൽ വന്നിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് ഈ 1,26,000 എത്താം. സോ 1,26,000 ഡയറക്റ്റ് തരാണ്ട് എങ്ങനെ ഈ 1,26,000 നമ്മൾ കണ്ടുപിടിക്കാം? ഈ ഒരു 1,26,000 എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ, ഇതൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ആ ഒരു ക്യാഷ് ഫ്ലോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകാം. എത്ര വരുന്നു നമ്മൾ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. അതാണ് സംഭവം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ വാങ്ങിയാൽ എനിക്ക് 5 വർഷമാണ് അത് ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, 5 വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഇയർ 1 നിന്ന് ഞാൻ ആ പുതിയ ജ്യൂസ് മെഷീനിൽ നിന്നും എക്സ്ട്രാ കുറച്ചധികം ജ്യൂസ് ഉണ്ടാക്കി എനിക്ക് സെയിൽസ് ഒക്കെ വന്ന് അതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാവും. അതായത് ഞാനിപ്പോൾ ജ്യൂസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ജ്യൂസ് വാങ്ങാൻ ഓറഞ്ച് വേണ്ടി വരും, ഷുഗർ വേണ്ടി വരും, അല്ലെ, വാട്ടർ വേണ്ടി വരും, അതിന്റെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ടി വരും. അതിനൊക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എനിക്കൊരു ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്നും എനിക്ക് ആ ഫാക്ടറിയിൽ വന്ന റെന്റ്, ആ കാര്യങ്ങൾ, ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് കിട്ടും അല്ലെ. പ്രോഫിറ്റ് അല്ല, നമ്മൾ ക്യാഷ് ഫ്ലോ കൺസിഡർ ചെയ്യും. അതൊക്കെ അവിടെ നിന്നോട്ടെ, അപ്പൊ നോക്കിയാൽ മതി. ഞാൻ റഫായിട്ട് പറഞ്ഞത് അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എമൗണ്ട് അല്ല ഈ 20,000. ഓക്കെ, ആ പ്രോഫിറ്റ് നമ്മൾ ക്യാഷ് ഫ്ലോ ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇയർ 1 ഓപ്പറേഷൻസ് നടത്തിയിട്ട് ഈ മെഷീനിൽ നിന്നും ഓപ്പറേഷൻസ് നടന്നിട്ട് 20,000 ക്യാഷ് ഫ്ലോ നേടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലായി. ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അല്ലെ. ഇയർ 1, ഇയർ 2, 3, 4 അല്ലെ, 4 വർഷം. ഇതിലേക്കൊക്കെ എങ്ങനെ എത്താം? ഈ 20,000 എങ്ങനെ വന്നു? നമ്മൾ ഒരുപാട് സെയിൽസ് നടത്തി അതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കുറെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് 20,000 എത്തുന്നത്. അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇയർ 5 ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കാൽക്കുലേഷൻ വരും. കാരണം ഈ ഇയർ 5 ആയാൽ പിന്നെ ആ മെഷീൻ കൊണ്ട് ഉപകാരമില്ല. ആ മെഷീൻ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അതിനോട് ഉപകാരമില്ല. പിന്നെ നമ്മൾ അടുത്ത ടെക്നോളജി ഉള്ള മെഷീൻ വേറെ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫാക്ടറിയിൽ ഓൾറെഡി ആവശ്യമില്ലാണ്ടാക്കി എടുക്കുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള ആ മെഷീൻ നമുക്ക് അവിടെ വെറുതെ വെച്ചിട്ട് സ്പേസ് കളയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആർക്കെങ്കിലും വിറ്റൂടെ? വിറ്റാൽ വലിയ പൈസ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ മെഷീൻ ആണെങ്കിൽ അതിന്റെ ഒരു സാൽവേജ് വാല്യൂ കിട്ടില്ല, സ്ക്രാപ്പ് വാല്യൂ കിട്ടും, തുരുമ്പ് പോലെ കിട്ടും. അതിന്റെ പാർട്സിനും അതിന്റെ എന്താ പറയാ, അതിന്റെ ഇരുമ്പ് അങ്ങനത്തെ പാർട്സിനൊക്കെ കുറച്ച് മേ ബി ചെറിയൊരു പൈസ കിട്ടാണ്ട്. അതായത് ഈ 1,26,000 വാങ്ങിയതിന് വല്ല 10,000 വല്ല 5,000 കിട്ടിയാലേ അല്ലെ. ഈ 10,000 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് ആ സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3,000 ചിലപ്പോ അതിന്റെ ഫിറ്റ് ചെയ്തത് അയക്കാൻ വേണ്ടി 3,000 കൊടുത്തിട്ടുണ്ടാവും.
അല്ലെങ്കിൽ ഒരു 2000 ഞാൻ വണ്ടിയിൽ കയറ്റി അയക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, അങ്ങനത്തെ പല കോസ്റ്റുകളും ഈ കൂട്ടി കിട്ടണത് പോണത് കുറച്ചിട്ട് ഇപ്പൊ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ 45,000 കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിൽ ചെയ്യാൻ പോകുന്നത്. ഈ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് പ്രസന്റ് വാല്യൂസും IRR മറ്റേ പ്രോഫിറ്റബിലിറ്റീസ് ഇല്ല, IRR മോസ്റ്റ്ലി NPV ആണ് ചോദിക്കുക. ഓക്കെ, NPVന്റെ ക്വസ്റ്റ്യൻസിലാണ് നിങ്ങളെ ഹോക്കില് നിങ്ങളെ NPV എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ 46 or 50 ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ ബേസിക് ആയിട്ട്. NPV എന്താണെന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ക്യാഷ് ഫ്ലോസും തന്നിട്ടാണ് ഇത്രയും നേരം നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടത്. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ക്യാഷ് ഫ്ലോസും കണ്ടുപിടിച്ചിട്ടാണ് നെറ്റ് പ്രസന്റ് വാല്യൂ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിൽ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നൊക്കെ MCQ ചോദിക്കല്ലോ. ഫോർ എക്സാമ്പിൾ, എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ എത്രയാണ് ഇയർ 2 ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ എത്രയാണ് ഇയർ 3 ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ എത്രയാണ് ഇയർ 4, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു എമൗണ്ട് ഒക്കെ MCQ ചോദിക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വലിയ ക്വസ്റ്റ്യൻസ് ആണ്, അത്ര വലുതൊന്നുമല്ല. എല്ലാ ക്യാഷ് ഫ്ലോസും നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കണ്ടുപിടിക്കും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്യാഷ് ഫ്ലോസും കണ്ടുപിടിക്കാൻ പഠിച്ചാൽ പിന്നെ ചെറിയ ചെറിയ MCQs വരും, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇനി കുറച്ച് ദിവസം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത്ര വലുതൊന്നുമല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ അങ്ങനെയാണെങ്കിൽ എല്ലാ കോൺസെപ്റ്റും നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിച്ചിട്ട് പിന്നെ വലിയ ക്വസ്റ്റ്യൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ആ ഒരു എയിം നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ MCQയിലേക്ക് പോകുമ്പോൾ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ടോപ്പിക്, എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. അതിന് മുന്നേ ഒരു ചെറിയ ടോപ്പിക് കൂടി പഠിക്കുന്നുണ്ട്, അതും കൂടി ഞാൻ കയ്യിൽ കാണാം. നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി പഠിച്ചതിന്റെ ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ ആണ്. ടൈം വാല്യൂ ഓഫ് മണി കണ്ടിന്യൂസ്. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണിന്റെ ഒരു ചെറിയ കണ്ടീഷൻ ഇങ്ങനെ ഒരു ഹെഡിങ് നോട്ടിലിരിക്കും. ഓക്കെ, നമ്മൾ ആന്വിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്താണ് ആന്വിറ്റി ആരാധന? റെസിപ്റ്റ് ഓർ പേയ്മെന്റ്. അതെ, എല്ലാ വർഷവും സെയിം ക്യാഷ് ഫ്ലോ, അതാണ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ്. നമുക്ക് കിട്ടാൻ പോണ എമൗണ്ട് സെയിം എമൗണ്ട് ആണ്, അതുപോലെ തന്നെ സെയിം ഇന്റർവെല്ലിലാണ്, സെയിം ടൈം ഡിഫറൻസിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ, സെയിം ഇന്റർവെല്ലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് ഫ്ലോനെ ആന്റിറ്റി എന്ന് പറയാം അല്ലെ. അടുത്ത 10 വർഷത്തേക്ക് എല്ലാ വർഷവും 1 lakh വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ 10 lakh, അങ്ങനെ എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ്, അതുപോലെ തന്നെ സെയിം ഇന്റർവെല്ലിലാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആനിറ്റി എന്ന് പറയാൻ പറ്റും അല്ലെ. ആനിറ്റി ആണെങ്കിൽ നമ്മൾ പ്രസന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചത്? പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആനിറ്റി ഈസ് ഈക്വൽ ടു റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു എന്തോ ഒരു സാധനമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്? റെസിപ്റ്റ് ഓർ പേയ്മെന്റിനെ ഞാൻ ടേബിൾ നമ്പർ 4 പോയിട്ട് അല്ലെ, വാല്യൂ വാനിറ്റി പ്രസന്റ് ഫാക്ടർ വാല്യൂ ആയിട്ട്. ഓർഡിനറി ആനിറ്റി ഫാക്ടർ. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി ഫാക്ടർ. പ്രസന്റ് വാല്യൂ ആനിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഓർഡിനറി വന്നത് എന്ന് വെച്ചാൽ നമുക്ക് പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റിന്റെ കൂടെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആനിറ്റിന്റെ. അതായത് ഈ ആനിറ്റീനെ നമുക്ക് രണ്ടാക്കി ക്ലാസ് ചെയ്യാം. നിങ്ങൾ ഇതല്ല ശ്രദ്ധിച്ചാൽ മതി, ഓവർ സീനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു ആനിറ്റീനെ
ഓർഡിനറി ആന്റി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഓർഡിനറി ആന്റി ആയിരുന്നു അല്ലെ. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആന്റി ആയിരുന്നു. നമ്മൾ ടേബിൾ നമ്പർ 4 പോയിട്ട് പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി കിട്ടാൻ വേണ്ടിയിട്ട് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ. നോർമൽ ആന്റിറ്റിയിൽ ചിന്തിച്ചാൽ മതി. ഓർഡിനറി അതായിരുന്നു നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ആനിറ്റി എന്ന് പറഞ്ഞാൽ. ഓർഡിനറി ആനിറ്റി ആണെങ്കിൽ എന്താ സംഭവിക്കാന്ന് അവിടെ ഇതാ 1 2 3 4 5. ഓർഡിനറി ആന്റി ആണെങ്കിൽ ഞാൻ 0th ഇയറിൽ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഓക്കെ, ഒരു വർഷം കഴിയുന്നുണ്ട്. ഇതാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഈ ഇയർ 0യും ഇയർ 1നും നമ്മൾ 1 ഇയർ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മേ ബി 2026 സ്റ്റാർട്ടിങ് ആയിരിക്കാം ഇയർ 0, 2026 എൻഡ് ആയിരിക്കാം ഇയർ 1. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതിന് ഡേറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഇയറിലെ ക്യാഷ് ഫ്ലോ, അടുത്ത വർഷം കൊണ്ട് നാലാമത്തെ ഇയറിലെ ക്യാഷ് ഫ്ലോ. അങ്ങനെ 4 വർഷം കൊണ്ട് കിട്ടുന്ന ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ ഞാൻ ഈ ഇയർ 1 ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. ഇയർ 1 എനിക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 10,000 10K ഞാൻ എഴുതി. ഇയർ 2ലും 10K, ഇയർ 3ലും 10K, ഇയർ 4ലും 10K. ഓക്കെ, നമ്മുടെ ഇതാ പോണ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. അതായത് ഒരു പീരീഡിന്റെ എൻഡ് എന്ന് അവർ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ മേ ബി 0th ഇയർ 2026 ജനുവരി 1 ഇയർ 1 2026 ഡിസംബർ 31 ആണെങ്കിൽ ഇത് തമ്മിൽ ഡിഫറൻസ് 12 മന്ത്സ് ആ, 1 ഇയർ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. നമുക്ക് ഇയർ 1 ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. അതായത് നമ്മൾ ഡേറ്റ് നോക്കണ്ട. ഈ ഫസ്റ്റ് എക്സാമ്പിൾ മാത്രമേ ഡേറ്റ് പറഞ്ഞത്. ഡേറ്റ് നോക്കിയാൽ നമുക്ക് അനാവശ്യമായ കൺഫ്യൂഷൻസ് വരും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാൻ പോണ ഈ ഫസ്റ്റത്തെ 10,000 കിട്ടുന്നത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ്, വീണ്ടും 12 മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ 10,000 കിട്ടുന്നത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ 10,000 കിട്ടുന്നത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നാലാമത്തെ 10,000 കിട്ടുന്നത്. 4 വർഷം കൊണ്ട് 40,000 എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് റേറ്റ് ഒരു 10% ആണ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ഈ ടോട്ടൽ 40,000ന്റെ ഇന്നത്തെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി ആരാധന? റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ഓർഡിനറി ഫാക്ടർ. പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റിറ്റി ഫാക്ടർ അല്ലെ. ഇതാ ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ടോട്ടൽ 40,000ന് ഇന്നത്തെ വാല്യൂ 0th ഇയറിലെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റിറ്റി ഫാക്ടർ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആന്റിറ്റി കിട്ടും. അതായത് ഇവിടെ എല്ലാ വർഷവും സെയിം പേയ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആന്റിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇവിടെ 10,000 ആണ്. ഓക്കെ, ഇൻറ്റു പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റിറ്റി ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ ടേബിൾ നമ്പർ 4 പോയാൽ കിട്ടും. ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ്. ഓക്കെ, 10% ആണ്. 4 വർഷത്തേക്കാണ് എനിക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നതെങ്കിൽ ഇതിന്റെ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിൾ നമ്പർ 4 എടുത്തു. ഇതാ ടേബിൾ നമ്പർ 4 ആണ്. 4 ഇയേഴ്സ് ആണ് ഇതിന്റെ പ്രൊജക്ടിന്റെ ലൈഫ്. അതായത് 4 വർഷത്തേക്കാണെങ്കിൽ 10,000 വെച്ച് കിട്ടുന്നത് 10% ആണെങ്കിൽ 1 2 3 4 3.1699 ചെയ്താൽ 31,699 കിട്ടും. ഓക്കെ, ഇനി അതല്ല ഈ 3.1699 ബാക്കിയുള്ള പോയിന്റ് നമ്മൾ എടുത്തിട്ടില്ല. ടാബിളിൽ 4 പോയിന്റ് ഉള്ളൂ. നമ്മൾ കാൽക്കുലേറ്റർ ഡയറക്റ്റ് 10,000 ഡിവൈഡ് ബൈ 1.1 1 2 3 4 GT ചെയ്താൽ 31,698 കിട്ടും. ഒരു
പോയിന്റ് ഡിഫറൻസ് ഉണ്ട്, അത് വിഷയാക്കണ്ട. എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് ആനുറ്റി ആണെങ്കിൽ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സെയിം എമൗണ്ട് സെയിം ഇന്റർവൽ, അതാണെങ്കിൽ ഇതാ ഞാൻ ഓർഡിനറി ആനുറ്റി ആണെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് എൻഡ് ഓഫ് ദി പീരീഡ്, അതായത് ഒരു പീരീഡിന്റെ എൻഡ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നത്. ഫസ്റ്റ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് കിട്ടുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത് അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 4 വർഷം കൊണ്ട് ഈ 40,000 കിട്ടാൻ പോകുന്ന ഈ ടോട്ടൽ 4 വർഷം കിട്ടാൻ പോകുന്ന 40,000ന്റെ ഇന്നത്തെ വാല്യൂ, സീറോ തീർത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 31,699. ഇത് ക്ലിയർ അല്ലേ? കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഓർഡിനറി ആനുറ്റി എന്ന് പറഞ്ഞ പോലെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് പഠിക്കുന്നത്. വൺ ടു ത്രീ ഫോർ അതിന് ഞാൻ ആനുറ്റി ഡ്യൂ എന്ന് വിളിച്ചു. ഓർഡിനറി ആനുറ്റിയും ആനുറ്റിയും എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കല്ലോ, അതാണത് ക്ലാസിഫൈ ചെയ്യണം. എന്താണ് അതിന്റെ ഡിഫറൻസ് നമ്മൾ നോക്കാം. അതായത് നേരത്തെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇയർ 1 ഫസ്റ്റ് ക്യാഷ്, ഇയർ 2 ഇയർ 3 ഇയർ 4. നേരത്തെ ഓർഡിനറി ആന്റിൽ എന്താ സംഭവിച്ചത്? ഇതാ ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഫസ്റ്റ് 10,000 കിട്ടി, വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10,000, വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10,000, വീണ്ടും ഒരു വർഷം കൊണ്ട് അടുത്ത 10,000. 4 വർഷം കൊണ്ട് ടോട്ടൽ നമുക്ക് എന്ത് കിട്ടുന്നു? 40,000 കിട്ടുന്നു. എല്ലാ വർഷവും 10,000 വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് എഴുതിയില്ലേ? പക്ഷെ ആനുറ്റി ഡ്യൂ ആണെങ്കിൽ, ഓർഡിനറി ആനുറ്റിമാരുടെ ആനുറ്റി ഡ്യൂ ആണെങ്കിൽ ഇതാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണ ആ ടൈമിൽ തന്നെയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ക്യാഷ് ഫ്ലോ വരുന്നത്. ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഓർഡിനറി ആനുറ്റിൽ കിട്ടിയപ്പോൾ ആനുറ്റി ഡ്യൂ ആണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അതേ ടൈമിലാണ് എനിക്ക് കിട്ടിയ ഫസ്റ്റ് പേയ്മെന്റ്. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇയർ 0 തന്നെ കിട്ടുന്നത്, അതായത് 10,000. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10,000, വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10,000, വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത 10,000. 4th ഒന്നുമില്ല, അതായത് 10 + 20 + 30 + 40. ഈ കേസിൽ കിട്ടിയ പോലെ തന്നെ 40,000 ഇവിടെയും കിട്ടി, 40,000. ഓക്കെ, എന്താണ് ഈ ഓർഡിനറി ആനുറ്റി ഡ്യൂ എന്നുള്ള ഡിഫറൻസ്? ഓർഡിനറി ആനുറ്റിൽ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്, അതായത് ഒരു പീരീഡിന്റെ എൻഡിൽ. ഫോർ എക്സാമ്പിൾ 2026 ജനുവരിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 0th ഇയർ എന്നുണ്ടെങ്കിൽ 2026 ഡിസംബർ 31st ഇയർ 1 വരിക. നിങ്ങൾ ഡേറ്റ് ആലോചിക്കണ്ട, ഈ ഒരു കാര്യത്തിൽ മാത്രം വേണ്ടി ഡേറ്റ് ഇടുന്നുള്ളൂ. ഡേറ്റ് ഇട്ടാൽ നമ്മൾ അനാവശ്യമായ കൺഫ്യൂഷൻസ് വരും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കിട്ടാൻ ഫസ്റ്റ് ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള ടൈം ഡിഫറൻസ് വന്നാൽ 1 ഇയർ. ഓക്കെ, അതായത് എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് 10,000 കിട്ടാൻ പോകുന്നത്. സോ ഈ 10,000 ഇന്നത്തെ 10,000 വാല്യൂ ഉണ്ടാവില്ല. അത് അറിയാൻ വേണ്ടിയിട്ട് 10,000 ഡിവൈഡ് ബൈ 1.1 ചെയ്താൽ മതി. ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ 10,000 ഇന്ന് 9,090 വാല്യൂ ഉള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്യാഷ് ഫ്ലോ അതും ഡിസ്കൗണ്ട് ചെയ്ത് മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ, ഈ 10,000 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന 40,000 ഡിസ്കൗണ്ട് ചെയ്താൽ അതിൽ ഇന്നത്തെ 31,600 അതാണ് നമ്മൾ ഓർഡിനറി ആന്റി. നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്ത ആന്റിറ്റി അതായിരുന്നു. റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു വർഷം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇത് മാറിയിട്ട് ആന്റിറ്റി ഡ്യൂ ആയാൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ ആ ടൈം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റത്തെ ക്യാഷ് ഫ്ലോ വരുന്നത്, അതായത് ഇയർ 0. ഓക്കെ, ഇയർ 0 ഇവിടെ ആനുറ്റി ഡ്യൂവിലുള്ള ഡിഫറൻസ് അവിടെ ചെയ്താൽ പോകണം. റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് at the beginning of the period. ഇതാണ് മെയിൻ ഡിഫറൻസ്. അതായത് ഓർഡിനറി ആനുറ്റിയും ആനുറ്റിയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആനുറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നു, പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നു. ആനുറ്റി ഡ്യൂ ആണെങ്കിൽ നമ്മളെ 0th ഇയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ടൈമിൽ തന്നെ ഫസ്റ്റത്തെ പേയ്മെന്റ് കിട്ടുന്നു. എന്താ ഇതിന്റെ ഡിഫറൻസ്? ഇതാ ഈ ഫസ്റ്റത്തെ ഇയറിലെ ക്യാഷ് ഫ്ലോ മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. അതായത് ഓർഡിനറി ആന്റിൽ നമ്മൾ 0th ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ ഫസ്റ്റ് 10,000 ഇന്നത്തെ വാല്യൂ ഉണ്ടാവില്ല.
പക്ഷെ ആനുറ്റി ഡ്യൂ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ടൈമിൽ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ക്യാഷ് ഫ്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർഡിനറി ആനുറ്റി ഞാൻ ചോദിക്കട്ടെ, ഓർഡിനറി ആനുറ്റിയിലുള്ള പ്രസന്റ് വാല്യൂ 31,699 ആണ്. അത് ഞാൻ ആനുറ്റി ഡ്യൂവിലേക്ക് വരുമ്പോ പ്രസന്റ് വാല്യൂ കൂടാനാണ് ചാൻസ്, കുറയാനാണ് ചാൻസ്? ആ പറ അതന്നെ കൂടാനല്ല അതന്നെ ചാൻസ്. കൂടാനാണ് ചാൻസ്. എന്തായാലും സംഭവിക്കുന്നത് ഒരു 10,000 പെട്ടെന്ന് കിട്ടുക, കുറച്ചും കൂടി നേരത്തെ കിട്ടുക. നമുക്ക് ഈ ടോട്ടൽ 40,000 കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇയർ 0 നിന്നും ഇയർ 4ലേക്ക് വരെ ട്രാവൽ ചെയ്യണം. 4 വർഷം കൊണ്ടാണ് നമുക്ക് ഈ 40,000 കിട്ടുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ആ 4 വർഷം കൊണ്ട് കിട്ടിയ ഈ 40,000 ഫസ്റ്റത്തെ പേയ്മെന്റ് ഒരു കൊല്ലം നേരത്തെ കിട്ടി. രണ്ടാമത്തെ പേയ്മെന്റ് ഇയർ 2ലാണ് കിട്ടുന്നത്. പക്ഷെ രണ്ടാമത്തെ പേയ്മെന്റ് ഇവിടെ ഒരു ഇയർ 1ലാണ് കിട്ടുന്നത്. ഓർഡിനറി ആണെങ്കിൽ ഇയർ 3ലാണ് മൂന്നാമത്തെ പേയ്മെന്റ് കിട്ടുന്നത്. മൂന്നാമത്തെ പേയ്മെന്റ് ഇയർ 2ലാണ് കിട്ടുന്നത്. ഫോർത്ത് പേയ്മെന്റ് ഇയർ 4ലാണ് ഓർഡിനറി ആണെങ്കിൽ കിട്ടുന്നത്. പക്ഷെ ഇവിടെ 10,000 ഇയർ 3ലാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ടോട്ടൽ 40,000 കിട്ടാൻ നമ്മൾ 4 വർഷം കാത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പേയ്മെന്റും ഒരു വർഷം മുന്നേ കിട്ടുന്നത് അല്ലെ, കുറച്ചും കൂടി മുന്നേ നമുക്ക് ക്യാഷ് കിട്ടും. സോ നമുക്ക് കിട്ടാൻ പോണ ഈ 40,000 കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും അല്ലെ. 31,699 കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. ഓക്കെ, ആ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയാൻ പോണത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ കിട്ടും. പക്ഷെ നമുക്ക് ഇക്വേഷൻ ആവശ്യമില്ല, ഇക്വേഷൻ ഇല്ലാതെയും കിട്ടും. പക്ഷെ ഇക്വേഷൻ നമ്മൾ പഠിക്കണമല്ലോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മേ ബി എപ്പോഴെങ്കിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ചില ക്വസ്റ്റ്യൻസിൽ പറയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ NPV കണ്ടുപിടിക്കാനോ IRR കണ്ടുപിടിക്കാനോ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അതിൽ എവിടെയെങ്കിലും ഹിഡൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പീരീഡ് എങ്ങാനും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ക്യാഷ് ഫ്ലോ, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ആനിറ്റി ഡ്യൂ, ഓർഡിനറി ആനിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തരില്ല. ഇതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരൂല. നിങ്ങൾക്ക് ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഇതാ നിങ്ങൾക്ക് മേ ബി ഏതെങ്കിലും ഒരു എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിംഗ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ പീരീഡ് എങ്ങാനും എവിടെയെങ്കിലും ഹിഡൻ ആയിട്ട് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ പോണ പേയ്മെന്റ്, ആ പ്രോജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണ ഫസ്റ്റ് പേയ്മെന്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ സമയത്ത് തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ പോണ 10,000 വാല്യൂ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഓർഡിനറി ആൻഡിൽ ഇതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് സീറോ തിയറിലേക്ക് എത്തിച്ച്, അപ്പം 9,900 അതിന്റെ വാല്യൂ. പക്ഷെ ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ആ 10,000 അതുപോലെ തന്നെ എടുത്താൽ മതി. അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ പ്രസന്റ് വാല്യൂ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഭാവിയിൽ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഓർഡിനറി ആനിറ്റി ഡ്യൂ എന്ന് പറഞ്ഞ പേരിലൊന്നും ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർഡിനറി ആന്റിയിൽ നമുക്ക് ടോട്ടൽ കിട്ടിയ 40,000 ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 31,699 ആണ്. അത് ആനിറ്റി ഡ്യൂലേക്ക് മാറുമ്പോൾ, അതായത് ഈ ടോട്ടൽ 40,000 കിട്ടുന്നത് എല്ലാ പേയ്മെന്റും ഒരു വർഷം മുന്നേ കിട്ടാൻ പോകും. ഓക്കെ ഓക്കെ എല്ലാ പേയ്മെന്റും ഒരു വർഷം കിട്ടാൻ പോകുന്ന പറഞ്ഞാൽ ടോട്ടൽ പേയ്മെന്റ്സ് എല്ലാം ഒരു വർഷം നേരത്തെ. ഇത് ഇയർ 4 വരെ കാത്തിക്കണം, ഇയർ 3 ആകുമ്പോഴത്തേനും ടോട്ടൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവില്ലേ? 31,699 കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവില്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. എന്തായാലും വാല്യൂ കൂടുതലായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കുറച്ചും കൂടി പൈസ മുന്നേ കിട്ടിയാൽ നമുക്ക് കുറച്ച് ഫ്യൂച്ചറിലേക്ക് പോയാൽ മതി. ഇയർ 3 വരെ പോയാൽ മതി, ഇയർ 4 വരെ പോകണ്ട. അങ്ങനെയാണെങ്കിൽ 31,699 കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവുന്നു നമുക്ക് മനസ്സിലായി. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ. ഇവിടെ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ, അതായത് OAF ആണ്. ഇവിടെ ഓർഡിനറി ആനിറ്റി അല്ല, ആനിറ്റി ഡ്യൂ ആണ്. അതായത് പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടറുമായിട്ട് പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടറായിട്ട് മാറി. ഇത് ഡി ആണ്. പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, പക്ഷെ ഇക്വേഷന്റെ ആവശ്യമില്ല. ഇക്വേഷനിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചത്? റെസിപ്റ്റ് ഓർ പേയ്മെന്റിനെ
പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആന്റി കിട്ടി. അതായത് 10,000 3.169 എന്ന് പറഞ്ഞിട്ടുള്ള പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 31,699 കിട്ടിയത്. ഈ 3.169 എവിടെ വന്ന് പ്രസന്റ് വാല്യൂ ഓർഡിനറി ഫാക്ടർ എവിടെ നമുക്ക് കിട്ടുക? എവിടെ കിട്ടുക? ടേബിൾ ടേബിളിൽ നിന്ന്. ആനിറ്റി ടേബിൾ നമ്പർ 4 പോയാൽ മതി. ഓക്കെ, അതുപോലെ ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി മാറിയിട്ട് പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടറായി. ഓക്കെ, അപ്പൊ ഫാക്ടറിയിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഫാക്ടറിയിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ആ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആനിറ്റി ഡ്യൂവിലെ പ്രസന്റ് വാല്യൂ കിട്ടും. പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ, പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ കിട്ടും. ഓക്കെ, ഈ പ്രസന്റ് വാല്യൂ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് നമുക്കറിയാം 10,000 തന്നെയാണ്. ഈ പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ എത്രയാണെന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ 3.169 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം ഇവിടെ വേറെ ഏതോ എമൗണ്ട് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ കിട്ടും. സോ നമുക്ക് പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടണം. സോ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആനിറ്റി ഫാക്ടർ ഇൻറ്റു 1+r ചെയ്യാൻ പോകും. അതായത് ഈ ഇക്വേഷനിലെ പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ കണ്ടുപിടിക്കേണ്ട ഈ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് നമുക്കറിയാം 10,000 ആണ്. ഈ പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ എത്രയാണെന്ന് മാത്രം കിട്ടിയാൽ മതി. ഞാൻ ഇവിടെ ഇതാ പോകണം. പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി ഫാക്ടർ ഉണ്ടല്ലോ, ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി ഫാക്ടറിനെ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ, അതായത് 3.1699 ഇൻറ്റു 1+r ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 1+r. ഓക്കെ, ഈ r എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ്. അതായത് ഈ കേസിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3.1699 ആണ്. 3.1699 അതിനെ ഞാൻ ഇൻറ്റു 1+r, ഇവിടെ r എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്ത് 10% ആണ്. അതായത് ഇൻറ്റു 1.1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയ കാൽക്കുലേറ്ററിൽ 3.1699 ചേഞ്ച് ആവില്ല, കാരണം ഇയർ 3 അല്ലേ ഇവിടെ ഉള്ളൂ. അത് നമ്മൾ ഇയർ 4ന്റെ ഉള്ളു. അതെ, കാരണം അത് കുറച്ചും കൂടി വാല്യൂ ഇൻക്രീസ് ആവുമ്പോൾ മനസ്സിലായി. അപ്പം ഏത് എമൗണ്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി വാല്യൂ കൂടും. നിങ്ങൾ ചെയ്ത് നോക്കിയ കാൽക്കുലേറ്ററിൽ 3.1699 ഇൻറ്റു 1.1 ചെയ്താൽ എത്ര കിട്ടുക? 0.269. അല്ലല്ല, 3.1699 ഇൻറ്റു 1.1 ചെയ്താൽ 3.48689. അതെ 3.48689 അല്ലേ. അതായത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആനിറ്റി ഫാക്ടർ ഇൻറ്റു 1+r ചെയ്തപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടി. അതായത് 3.48689 ആണ് ഇവിടുത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ നമുക്ക് കിട്ടി. നേരത്തെ നമ്മൾ റിസിപ്റ്റ് ഓർ പേയ്മെന്റിനെ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആന്റി കിട്ടിയായിരുന്നു. 10,000 ഇൻറ്റു 3.1699 ഇൻറ്റു 10,000 ഇൻറ്റു 3.169 ചെയ്താൽ 31,699 ആണ്. ഈ 4 വർഷം കൂടി കിട്ടാൻ കൂടെ 40,000 പ്രസന്റ് വാല്യൂ നമുക്ക് മനസ്സിലായി. ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ടേബിൾ നമ്മൾ 4 പോയാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ കേസിൽ ഓർഡിനറി ആനിറ്റി മാറിയിട്ട് ആനിറ്റി ഡ്യൂ ആയെന്താ ചേഞ്ച് ആവുന്നത്? റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ. ഓക്കെ, എല്ലാ വർഷവും എല്ലാ പേയ്മെന്റും ഒരു വർഷം മുന്നേ കിട്ടുന്നതുകൊണ്ട് നമ്മളെ പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ കുറച്ചും കൂടി വലുതായിരിക്കും. ഓക്കെ, എന്താ സംഭവിച്ചത് ഇവിടെ? പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ ഇൻറ്റു 1+r ചെയ്തപ്പോൾ എനിക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോണു ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോകണം. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടാമോ? എനിക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ കിട്ടി. ഇനിയാണ് റെസിപ്റ്റ് ഓർ പേയ്മെന്റ്. ആ ഇക്വേഷൻ ഒന്നും കൂടി ചെയ്താൽ പോവാ. ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ. അത് ചെയ്താൽ ആനിറ്റി ഡ്യൂന്റെ പ്രസന്റ് വാല്യൂ കിട്ടും. എനിക്ക് ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ 40,000 പ്രസന്റ് വാല്യൂ കിട്ടും. പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ.
ഓക്കെ, റെസിപ്റ്റ് ഓർ പേയ്മെന്റ് എത്ര എന്ന് പറഞ്ഞത്? എത്ര റെസിപ്റ്റ് ഓർ പേയ്മെന്റ്? 10,000 അല്ലെ, 10K ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ. ഇതാ പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ ആണ് ഞാൻ അവിടെ കണ്ടുവച്ചിട്ടുള്ളത്. 3.48689 ഇൻറ്റു 3.48689. ഒന്ന് ചെയ്ത് നോക്കിക്കേ. സർ നമ്മൾ ഈ 34. 3.1699 എടുത്തത് ഇയർ 4ത്തിലല്ലേ? ഇവിടെ നമ്മൾ ഇയർ 0 എന്നുള്ളതും കൂടെ കൗണ്ട് ചെയ്തിട്ട് അത് ഇയർ 3 എന്നുള്ളത് ഇയർ 4 എന്നായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? അതായത് പേയ്മെന്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണോ ഇയർ കൗണ്ട് ചെയ്യുന്നത്? ഇക്വേഷൻ വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് വരും. പക്ഷെ ഇക്വേഷന് നമുക്ക് ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യാം, എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഓർഡിനറി ആനിറ്റിയിൽ നമുക്ക് 4 വർഷം വെയിറ്റ് ചെയ്യണം അല്ലെ. 4 വർഷം വെയിറ്റ് ചെയ്താലാണ് 40,000 കിട്ടുക. പക്ഷെ അതിന് മുന്നേ ഞാൻ അവിടെ എമൗണ്ട് ചെയ്ത് വെച്ചാട്ടെ. നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടിയത്? 34,868 അല്ലേ? $84,868. 34,868 അല്ലേ? എന്താ ഇതിന്റെ അർത്ഥം? എന്താ കൂടെ സംഭവിച്ചത്? 4 വർഷം കൊണ്ട് 40,000, എല്ലാ വർഷവും 10,000 വെച്ച് കിട്ടും. അതാണ് ഓർഡിനറി ആനിറ്റി. ഓർഡിനറി ആനിറ്റിയിൽ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിംഗ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് പേയ്മെന്റ് നമുക്ക് കിട്ടി അല്ലെ. സെക്കൻഡ് ഇയർ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട്, തേർഡ് ഇയർ അത് വർഷം കഴിഞ്ഞിട്ട്, പിന്നെ ഫോർത്ത് ഇയർ വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ട്. അത് ഓർഡിനറി ആനിറ്റി മാറിയിട്ട് ആനിറ്റി ഡ്യൂ ആയപ്പോൾ എന്താ വ്യത്യാസം? നമുക്ക് 10,000 ഇയർ 1 കിട്ടാൻ പോകണ ഫസ്റ്റ് 10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അപ്പം തന്നെ കിട്ടാം. പിന്നെ ഇവിടുത്തെ ഇയർ 2 10,000 ഇയർ 1 അവിടെ കിട്ടണം സെക്കൻഡ് പേയ്മെന്റ്. ഇയർ 3 കിട്ടിയ 10,000 ഇവിടെ ഇയർ 2 തന്നെ കിട്ടുന്നുണ്ട് അല്ലെ. എല്ലാ പേയ്മെന്റും 1 വർഷം മുന്നേ കിട്ടാം. സോ നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. വാല്യൂ ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ, അടുത്ത 4 വർഷം കൊണ്ട് കിട്ടാൻ പോകുന്ന ഇതിന് ഓർഡിനറി ആനിറ്റി ആണെങ്കിൽ 31,690 വാല്യൂ ഉള്ളൂ. പക്ഷെ ആനിറ്റി ഡ്യൂ ആയപ്പോൾ ഓർഡിനറി ആനിറ്റി മാറി ആനിറ്റി ഡ്യൂ ആയപ്പോൾ അതിന്റെ പ്രസന്റ് വാല്യൂ കുറച്ചും കൂടി കൂടിയില്ലേ? 31,000 നിന്നും 34,000 മാറി. ഓക്കെ, സോ മുബഷിറ ചോദിച്ചത് ഈ 3.1699 എങ്ങനെ ഈ 3.48698 ആയിരുന്നല്ലേ? അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 3.1699 നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ആനിറ്റി ഡ്യൂ ഫാക്ടർ നമ്മുടെ ടേബിൾ നമ്പർ 4 പോയാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഈ 3.4869689 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് അല്ല ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി ഫാക്ടർ 1+R ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ കിട്ടും. ഇനി ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. നമുക്ക് കാൽക്കുലേറ്ററിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്? ഈ 3.1699 കിട്ടാൻ എനിക്ക് 1/1+R ഈക്വൽ GT അടിച്ചാൽ പോലെ കിട്ടൂല. ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഈ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ഓർഡിനറി ആനിറ്റി ആണെങ്കിൽ ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനിറ്റി ഫാക്ടർ അതായത് 3.1699 എങ്ങനെ കിട്ടാന്ന് ഞാൻ ചെയ്യാൻ പോണ്. 1/1.1 1 2 3 4 GT ചെയ്താൽ 3.16986 കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കിയല്ലാരോ? അത് ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ടാബിൽ പോയി എടുത്ത ഈ എമൗണ്ട് ഉണ്ടല്ലോ 3.1699 അത് കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടും. എന്നിട്ട് 10,000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 31,698 കിട്ടും. ഓക്കെ, ഇനി ഞാനിതാ ഈ 34 പ്രസന്റ് വാല്യൂ ആനിറ്റി ഡ്യൂ ഫാക്ടർ ആണ് നിൽക്കട്ടെ. ആദ്യം എങ്ങനെ ഈ 34,806 നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റർ വെച്ചെത്താന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റത്തെ പേയ്മെന്റ് കിട്ടാം 10,000. അതായത് ഈ ഫസ്റ്റ് കിട്ടാൻ പോണ 10,000 ഞാൻ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ 0th ഇയറിൽ തന്നെ 10,000 കിട്ടിയാൽ അതിന് 10,000 വാല്യൂ തന്നെ ഉണ്ടാവില്ലേ? ഞാൻ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റത്തെ 10,000 നമ്മൾ 10,000 അതേപോലെ എടുത്താൽ മതി പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഈ 3 ക്യാഷ് ഫ്ലോസിന് മാത്രം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്താൽ മതി. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്യാഷ് ഫ്ലോ ഇയർ 1 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വർഷം മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ, വീണ്ടും ഇയർ 3 4ാമത്തെ ക്യാഷ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ 10,000 ഡയറക്റ്റ് ഞാൻ എന്ത് ചെയ്താൽ മതി? M+ അടിച്ചിട്ട് ഡിവൈഡഡ് ബൈ 1.1 അടിക്കാണ്ട് ഡയറക്റ്റ് M+ അടിച്ചാൽ ഫസ്റ്റത്തെ ഇയറിലെ അതായത് ഫസ്റ്റത്തെ പേയ്മെന്റ് പെർസെന്റ് വാല്യൂ ഞാൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. ഇനി ഡിവൈഡഡ് ബൈ 1.1 ഒരു ഈക്വൽ അടിച്ചാൽ ഇയർ 1 കിട്ടാൻ പോയ സെക്കൻഡ് പേയ്മെന്റിന്റെ എനിക്ക് കിട്ടി. അത് ഞാൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. ഒരു ഈക്വൽറ്റും കൂടി അടിച്ചാൽ ഇയർ 2 കിട്ടിയ അതായത് തേർഡ് 10,000 പ്രസന്റ് വാല്യൂ എനിക്ക് കിട്ടി 8264. അത് ഞാൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഒരു ഈക്വലിനും കൂടി അടിച്ചാൽ ഫോർത്ത് ഇയറിൽ കിട്ടാൻ പോയ
ഫോർത്ത് ഇയറിലല്ല, ഫോർത്ത് പേയ്മെന്റ് പക്ഷേ ഇയർ 3 കിട്ടിയ ഫോർത്ത് പേയ്മെന്റ് അത് ഞാൻ M+ അടിച്ച് MRC അടിച്ചാൽ എനിക്ക് 34,868 കിട്ടും. ഓക്കെ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഫസ്റ്റത്തെ ഇയറിലെ ക്യാഷ് ഫ്ലോ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാതെ എടുക്കുന്നു. ഓക്കെ, അപ്പം എല്ലാ വർഷവും ഒരു വർഷം മുന്നേ കിട്ടിയ പോലെ ഉണ്ടാവും. സോ ഈ ഫസ്റ്റത്തെ പേയ്മെന്റിൽ ഓർഡിനറി ആക്ടിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തു, ആന്റിറ്റി ഡ്യൂവിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോസിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ചതാ 31,699 നിന്നും 34,868 ആയി. നമുക്ക് ഈ 3.486 ഞാൻ ഇതെങ്ങനെ കിട്ടും നോക്കാം. പ്രസന്റ് വാല്യൂ ആന്റിറ്റി ഡ്യൂ ഫാക്ടർ എങ്ങനെ കിട്ടും നോക്കാം. ഓക്കെ, നമ്മൾ ഈ ടാബിൾ 4 പോയിട്ട് 3.1699 എടുത്തത് 1/1+R ഈക്വൽ ടു 4 ഈക്വൽ ടു GT അടിച്ചപ്പോൾ കിട്ടി. 1/1.1 1 2 3 4 GT ചെയ്താൽ 3.1698 കിട്ടും. ഈ 3.1698നെ ഇൻറ്റു 1.1 1+R എന്ന് പറഞ്ഞിട്ടുള്ള അത് കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ആന്റിറ്റി ഡ്യൂ ആണെങ്കിൽ എത്ര പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് കിട്ടും. ഇൻറ്റു 1.1 അടിച്ചാൽ ഡയറക്റ്റ് 3.48689 കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കിയോ എല്ലാവരും. ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമ്മൾ 4 പോയിന്റ് എടുക്കുന്നുള്ളൂ. നമ്മൾ ടാബിൽ പോയി 4 3.486 വരും. ആവശ്യമില്ല. പക്ഷെ കിട്ടുന്നില്ലേ? അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ഓർഡിനറി ആന്റി ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് 3.169 കിട്ടാൻ വേണ്ടിയിട്ട് 1/1+R 4 ഈക്വൽ GT അടിച്ചാൽ നമുക്ക് കിട്ടും അല്ലെ. ആ പ്രസന്റ് വാല്യൂ ആന്റിറ്റി ഡ്യൂ ഫാക്ടർ ആയിട്ടുള്ള 3.1699 ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇൻറ്റു 1.1 അടിച്ചാൽ നമുക്ക് 3.48689 കിട്ടും. ആ 3.4869 റെസിപ്റ്റോർ പേയ്മെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 വർഷം കൊണ്ട് കിട്ടാൻ പോണ ഈ എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ കിട്ടും. കുറച്ചും കൂടി മുന്നേ കിട്ടല്ലേ, കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. സോ ഈ 3.48689 ഈ പ്രസന്റ് വാല്യൂ ഓർഡിനറി ആന്റി ഫാക്ടർ ഇൻറ്റു 1+R ചെയ്തിട്ടാണ് നമുക്ക് കിട്ടി. അതല്ലാണ്ട് ഇതാ 1 പോയിന്റ് അടിക്കുന്നതിന് പറയുന്നത് ആ ഫസ്റ്റ് കിട്ടുന്ന പേയ്മെന്റ് 10K എന്ന് പറയുന്നത് നമുക്ക് ഇയർ സീറോയില് ഒരു പേയ്മെന്റ് കിട്ടിയാൽ അതിന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്തായിരിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രസന്റ് വാല്യൂ ഫാക്ടർ എത്രയായിരിക്കും? എമൗണ്ട് 10,000 അതേ വാല്യൂ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എത്ര ആയിരിക്കും? ഇയർ സീറോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ പ്രസന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ല 1 ആയിരിക്കും. സോ ഈ ഫസ്റ്റത്തെ 10,000 നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പ്രസന്റ് വാല്യൂ ഫാക്ടർ 1 എന്നായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ 10,000 ഫസ്റ്റ് ഓൾറെഡി ഡയറക്റ്റ് M+ യൂസ് ചെയ്തിട്ട് ഈ 10,000 ഡിസ്കൗണ്ട് ചെയ്യാണ്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത പോലെ 1M+. ഇനി 1/1.1 1 2 3 അത് ആദ്യം ചെയ്യരുത്. ആദ്യം നമ്മൾ 1/1.1 1 2 3 അതായത് ഇയർ 1ലെയും 2ലെയും 3ലെയും ക്യാഷ് ഫ്ലോ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ക്യാഷ് ഫ്ലോ അല്ല നമ്മൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ 1/1.1 1 2 3 GT ചെയ്താൽ നമുക്ക് 2.48 കിട്ടും. ഓക്കെ, അതിലേക്ക് ഇയർ സീറോന്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ആയിട്ടുള്ള ഒരു 1 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. +1 ചെയ്താൽ മതി 3.486. ഓക്കെ, ഈ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് കോംപ്ലിക്കേഷൻ വരുത്തുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ ഓർഡിനറി ആനിറ്റിയിൽ നിന്നും ആനിറ്റി ഡ്യൂയിലേക്ക് മാറുമ്പോൾ എന്താ വരുന്ന ഡിഫറൻസ്? ഒരു വർഷത്തെ പേയ്മെന്റ് ഒരു വർഷം ഫസ്റ്റ് ഒറ്റൊരു പേയ്മെന്റ് ഒരു വർഷം മുന്നേ കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കിട്ടാൻ പോണ എമൗണ്ടിൽ കുറച്ചുകൂടി പ്രസന്റ് വാല്യൂ ഉണ്ടാവും അല്ലെ, കുറച്ചുകൂടി വാല്യൂ ഉണ്ടാവും. നമുക്ക് ക്യാഷ് പെട്ടെന്ന് കിട്ടണ ഏറ്റവും പെട്ടെന്നല്ലേ അല്ലെ. ഓർഡിനറി ആക്ടിവില് ഈ ടോട്ടൽ 40,000 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇയർ 4 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വാല്യൂ 31,699 വാല്യൂ ഉള്ളൂ എനിക്ക് മനസ്സിലായി. പക്ഷെ ആനിറ്റി ഡ്യൂയിലേക്ക് മാറിയപ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ഇവിടെ ഇയർ 0 കിട്ടി, ഒരു വർഷം മുന്നേ കിട്ടി അല്ലെ. പിന്നെ ഇവിടെ രണ്ടാമത്തെ പേയ്മെന്റ് ഇയർ 2 ഇവിടെ ഇയർ 1 തന്നെ കിട്ടി. ഇവിടെ തേർഡ് പേയ്മെന്റ് ഇയർ 3 ഇവിടെ ഇയർ 2 തന്നെ കിട്ടി. ഇയർ 4 ഫോർത്ത് പേയ്മെന്റ് ഇവിടെ ഇയർ 3 തന്നെ കിട്ടി. അതായത് ഇയർ 4 വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ഇയർ 3 ആകുമ്പോൾ നമുക്ക് 40,000 കിട്ടി. ഒരു വർഷം മുന്നേ കിട്ടി എല്ലാ പേയ്മെന്റ്സും അല്ലെ.
അതുകൊണ്ട് നമുക്ക് കിട്ടിയ എമൗണ്ടിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെസിപ്റ്റ് ഓർ പേയ്മെന്റ് ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനുറ്റി ഡ്യൂ ഫാക്ടർ ചെയ്താൽ മതി. ഈ ആനുറ്റി ഡ്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രസന്റ് വാല്യൂ ഓർഡിനറി ആനുറ്റി ഫാക്ടർ ഇൻറ്റു 1.1 എന്നൊക്കെ ചെയ്യാം കാൽക്കുലേറ്റർ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫസ്റ്റിൽ കിട്ടാൻ പോണ 10,000 ഡിസ്കൗണ്ട് ചെയ്യാതെ ആ 10,000 അതുപോലെ എടുത്താൽ മതി പ്രസന്റ് വാല്യൂലേക്ക്. അതായത് ഈ 3 ക്യാഷ് ഫ്ലോസിന് മാത്രം ഡിസ്കൗണ്ട് ചെയ്താൽ മതി. ഇയർ 1 10,000 കിട്ടി, അതിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു, കൺഫ്യൂഷൻ ആണ്. ഇയർ 1, ഇയർ 2, ഇയർ 3 ഇതാണല്ലോ ആനുറ്റി ഡ്യൂവിലെ ക്യാഷ് ഫ്ലോന്റെ അവസ്ഥ. ഇയർ 10,000, ഇയർ 0 10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പൊ തന്നെ നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നു 10,000. ഇയർ 1 അടുത്ത 10,000 കിട്ടും, ഇയർ 2 അടുത്ത 10,000 കിട്ടും, ഇയർ 3 അടുത്ത 10,000 കിട്ടും. ഞാൻ ഇവിടെ ഇതാ പോണതിന്റെ പ്രസന്റ് വാല്യൂ, ഇവിടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ആനുറ്റി ഡ്യൂ. എന്തുകൊണ്ട് ആനുറ്റി ഡ്യൂ ആയത്? ഇയർ 0 ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയാൽ അത് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രസന്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 10,000 എന്നാ. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇയർ 0 സംഭവിക്കുന്നത് അല്ലെ, നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ അതിന്റെ പ്രസന്റ് വാല്യൂ ആ സെയിം എമൗണ്ട് തന്നെയല്ലേ. നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എൻറ്റിന്ന് ലെസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആ സെയിം എമൗണ്ട് അല്ലേ. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇയർ 0 കിട്ടണ ഈ ഫസ്റ്റത്തെ പേയ്മെന്റ് ആനുറ്റി ഡ്യൂ ആണെങ്കിൽ ഫസ്റ്റത്തെ ഇയറിൽ കിട്ടാൻ പോണ 10,000 അതേ വാല്യൂ തന്നെയാണ്. ഓക്കെ, ഇനി ഇയർ 1 കിട്ടാൻ പോണ, ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ പോണ ഫസ്റ്റത്തെ 10,000, രണ്ടാമത്തെ 10,000 രണ്ടാമത്തെ പേയ്മെന്റ് ഇയർ 1 പേയ്മെന്റ് 10,000 ഡിവൈഡ് ബൈ 1.1 ചെയ്താൽ കിട്ടും 9,090. ഒരു ഈക്വൽ കൂടി പഠിച്ചാൽ അടുത്ത വർഷം ഇയർ 2 കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ കിട്ടും 8264. ഒരു ഈക്വൽ കൂടി അടിച്ചാൽ അടുത്ത കിട്ടും 7513. ഓക്കെ, ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ പ്ലസ് 8264 പ്ലസ് 9090 പ്ലസ് 10,000 34,867. ഓക്കെ, ഇത് മാറിയിട്ട് ഇത് ആനുറ്റി ഡ്യൂ, ഇത് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. ആനുറ്റി ഡ്യൂ ഇത് ഓർഡിനറി ആനുറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓർഡിനറി ആനുറ്റി ആകുമ്പോൾ ഇയർ 0 ഒന്നും കിട്ടുന്നില്ല, ബ്ലാങ്ക് ആണ്. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4 അല്ലെ. ഇയർ 1 10,000 കിട്ടുന്നുണ്ട്, ഇയർ 2 10,000 കിട്ടുന്നുണ്ട്, ഇയർ 3 10,000 കിട്ടുന്നുണ്ട്, ഇയർ 4 10,000 കിട്ടും. നമ്മൾ ഇയർ 4 വരെ കാത്തിക്കണം. അങ്ങനെയാണെങ്കിൽ സെയിം തന്നെ വരാം. 10,000 ഡിവൈഡ് ബൈ 1.1. ഫസ്റ്റ് ഇയറിൽ കിട്ടാൻ പോകുന്ന 10,000 വാല്യൂ 9,090. ഒരു ഈക്വൽ കൂടി അടിച്ചാൽ ഇയർ 2 കിട്ടും 8264. ഒരു ഈക്വൽ കൂടി അടിച്ചാൽ 7513. ഒരു ഈക്വൽ കൂടി അടിച്ചാൽ 6830. ഇതാണ് ഈ ഡിഫറൻസ്. ഓക്കെ, ലാസ്റ്റ് കിട്ടുന്ന ക്യാഷ് ഫ്ലോ നമുക്ക് 4ാമത്തെ വർഷം കിട്ടണത്. ഇവിടെ 4th ഇയറിലെ ക്യാഷ് ഫ്ലോ 4ാമത്തെ 10,000 ഇയർ 3 കിട്ടുന്നത്. എല്ലാ പേയ്മെന്റും ഒരു വർഷം മുന്നേ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ പേയ്മെന്റ്സ് മൊത്തത്തിൽ എല്ലാ പേയ്മെന്റ്സും ഒരു വർഷം മുന്നേ കിട്ടണ പോലെ അല്ലെ. ഇവിടെ ഫസ്റ്റ് പേയ്മെന്റ് ഇയർ 0 ഇവിടെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടണത്. സെക്കൻഡ് പേയ്മെന്റ് ഇയർ 1 ഇവിടെ ഇയർ 2 ഇവിടെ ഇയർ 3 തേർഡ് പേയ്മെന്റ്. ഓക്കെ, ഇയർ 2 തേർഡ് പേയ്മെന്റ്, ഇവിടെ ഇയർ 3 ഇവിടെ ഇയർ 3 ഫോർത്ത് പേയ്മെന്റ്, ഇവിടെ ഇയർ 4. ഒരു വർഷം കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മണിയുടെ പ്രസന്റ് വാല്യൂ കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ആഡ് ചെയ്താൽ 31,698 കിട്ടും. ഓക്കെ, അതായത് ഓർഡിനറി ആനുറ്റിയിൽ നിന്ന് ഓർഡിനറി ആനുറ്റി റെസിപ്റ്റ് ഓർ പേയ്മെന്റ് എല്ലാ വർഷത്തെയും എൻഡിലാണെങ്കിൽ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, റെസിപ്റ്റ് ഓർ പേയ്മെന്റ് എൻഡിലാണെങ്കിൽ ഓർഡിനറി ആനുറ്റി ആണ് നമുക്ക് 31,698. അതിലെല്ലാ പേയ്മെന്റും ഒരു വർഷം മുന്നേ കിട്ടിയപ്പോൾ കുറച്ചും കൂടി വാല്യൂ ഉണ്ടായി നമുക്ക് കിട്ടിയ ക്യാഷ് ഫ്ലോസിന്. 31,000 കാട്ടി കുറച്ചും കൂടി വാല്യൂ ഉണ്ട്. ഓർഡിനറി ആനുറ്റിയിൽ നമുക്ക് 4 വർഷം കൊണ്ട് 40,000 കിട്ടുമ്പോൾ 40,000 വാല്യൂ ആണ് 31,000, 31,000 വാല്യൂ ആണ്. പക്ഷെ ആനുറ്റി ഡ്യൂലേക്ക് മാറിയപ്പോൾ ഒരു വർഷത്തെ എല്ലാ പേയ്മെന്റും ഒരു വർഷം മുന്നേ കിട്ടിയപ്പോൾ കുറച്ചും കൂടി വാല്യൂ ഉണ്ടായി. 4 വർഷം കൊണ്ട് കിട്ടിയ 40,000 34,867 വാല്യൂ ഉണ്ടായി. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനാ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ആനുറ്റി ഡ്യൂ ഓർഡിനറി ആനുറ്റി എന്നൊന്നും പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതല്ല. ക്വസ്റ്റ്യനിൽ നോർമൽ കേസിൽ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് എല്ലാ വർഷത്തിനും എൻഡിലാണ് ഉണ്ടാവുക. അധിക കേസിലും ഒരു 90% റെസിപ്റ്റ് ഓർ പേയ്മെന്റ് എല്ലാ ഇയറിന്റെയും എൻഡിലാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 lakh ആണെങ്കിൽ അല്ലെ, ഇയർ 1 നമുക്ക് ഫസ്റ്റത്തെ പേയ്മെന്റ് കിട്ടുന്നത്. ഒരു 90% ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. റെസിപ്റ്റ് ഓർ പേയ്മെന്റ് എൻഡിലാണ് കിട്ടുന്നത്.
ഇത് ഇയർ 0 ഇയർ 1 ആണെങ്കിൽ ഇതാ 2026 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് 2026 ഡിസംബർ 31 ആകുമ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നത്. സോ ഈ 10,000 ഞാൻ ഇന്നത്തെ വാല്യൂ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഡിവൈഡ് ബൈ 1.1 ഒരു ഈക്വൽ അടിച്ചാലേ കിട്ടുള്ളൂ. 9,090 ആയിരിക്കും. ഓക്കെ, മേ ബി എങ്ങാനും ചില ക്വസ്റ്റ്യനിൽ റെസിപ്റ്റ് ഓർ പേയ്മെന്റ് സ്റ്റാർട്ടിങ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പീരീഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മൈൻഡിൽ വരണം അത് ആനിറ്റി ഡ്യൂ ആണ്. ഓക്കെ, ഫസ്റ്റത്തെ ക്യാഷ് ഫ്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പൊ തന്നെയാണ് കിട്ടുന്നത്. സോ ഫസ്റ്റ് കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോ 10,000 എന്ന് പറയുന്നത് ഇയർ 0 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആയിരിക്കും. സോ ആ എമൗണ്ടിനെ ഡിസ്കൗണ്ട് ചെയ്യണം, ബാക്കിയുള്ള എമൗണ്ട്സിന് മാത്രം ഡിസ്കൗണ്ട് ചെയ്താൽ